500 തെങ്ങ് നിൽക്കുന്ന ഒരു പറമ്പുണ്ട്. 250 തെങ്ങ് എനിക്കുള്ളതാ. ഈ പെണ്ണ് മരിച്ചാൽ നിസ്ഫ് കിട്ടും എന്ന് പറഞ്ഞല്ലോ അല്ലേ, പകുതി കിട്ടും പറഞ്ഞില്ലേ. അപ്പോൾ ആ പകുതി 250 തെങ്ങ് നിൽക്കണ എനിക്ക് കിട്ടും. ഇവളാണ് മരിച്ചു കിട്ടിയത്. എന്നെ ഓക്കെ കുറച്ച് മൂട്ടപ്പൊടി വാങ്ങി കൊടുക്കുക. ഓളാണ് കൊന്നുകാണ്ട് കിട്ടൂലടാ, ഒരൊറ്റ തെങ്ങ് കിട്ടൂല. ദേ കൊലപാതകം നടത്തിയവന് സ്വത്തിന് അവകാശമില്ല. 2 അല്ലേ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു ഇവിടെ, ഞാൻ ആ ഉദാഹരണം തന്നെ ഇവിടെ പറഞ്ഞത് നമുക്ക് തോന്നുന്നുണ്ട്. മൂന്നാമത്തത് പിന്നെ മതം മാറുക, മുർത്തദ്ദാവുക. ഈ മുജാഹിദായ ഇവന്റെ പറച്ചിലെന്താ, ബാപ്പ മുശ്രിക്ക് എന്നല്ലേ. മുശ്രിക്കായ ബാപ്പാന്റെ സ്വത്ത് ഒരാളുടെ ബാപ്പ മുശ്രിക്കായാൽ ആ മുശ്രിക്കായ ബാപ്പന്റെ സ്വത്ത് മുസ്ലിമീങ്ങളായ മക്കൾക്ക് എടുക്കാൻ അവകാശമില്ല. അതെന്ത് വേണം? ബൈത്തുൽ മാലിലേക്ക്, പൊതു മുസ്ലിമിന്റെ ഫണ്ടിലേക്ക് മാറ്റണം എന്നാ. മുസ്ലിമീങ്ങളായ മക്കൾക്ക് അത് എടുക്കാൻ പാടില്ല. മതം മാറിയാൽ അത് തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ അനുജന്റെ വിശ്വാസം ബാപ്പ മുശ്രിക്കാന്നല്ലേ. മുശ്രിക്കായ ബാപ്പാന്റെ സ്വത്ത് എങ്ങനെ ഇവനെടുക്കുക? ഈ ബാപ്പ ഉണ്ടാക്കിയത് എങ്ങനെ അറിയങ്ങളത്? മൗലൂദ് ഓതിയിട്ട് ഉത്ബിയത്ത് ചൊല്ലിയിട്ട് അങ്ങനൊക്കെ ചെല്ലിണ്ടാക്കിയതാ. അത് കൊല്ലത്തിൽ റബീഉൽ അവ്വലിന് ഒരു ആണ്ട് നടത്തും ബാപ്പ. റമദാൻ മാസം ബദരീങ്ങളാണ്ടൊക്കെ ഒരു സംഖ്യ കൊടുക്കും. ഈ തെങ്ങും തോട്ടത്തുനിന്ന് ഒരു തെങ്ങ് പള്ളിക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് മദ്രസക്കും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ശുദ്ധി ചെയ്ത് കൃത്യമാക്കി ബർക്കത്ത് ഉണ്ടാക്കിയ മുതലാ. ഇതെങ്ങനെയാ ആ ബിദ്അത്തുകാരനായ മകന് ഹലാലാവോ? പറ്റുമോ? അപ്പൊ ഇവന്റെ കയ്യിൽ വന്ന പണം തന്നെ അനധികൃത സ്വത്തല്ലേ. ഇനി പെങ്ങളെ, ഇത് ചോദിച്ച പെങ്ങളോട് ഞാൻ പറയുന്നു, ഒരു കുടുംബ ബന്ധത്തിന്റെ മാനുഷിക മൂല്യം എന്ന നിലക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെയും പരിഗണിക്കുക. എന്ത്? നിങ്ങളുടെ പോക്ക് കൊണ്ട് ദീനിന് ഒരു കുഴപ്പം അത് കാരണം സംഭവിക്കരുത്. നമ്മളെ മക്കൾ എന്തേര് അവരോട് കൃപ. നമ്മളിപ്പോൾ എൻ്റെ കുട്ടികളായിട്ട് ഞാൻ എൻ്റെ അഞ്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയാൽ സ്വാഭാവികമായും ആ കുടുംബ ബന്ധത്തിന്റെ ഒരു കൃപ തമ്മിൽ പകരുമല്ലോ. അത് പകരുമ്പോ എളാപ്പാൻ്റെ അവിടെ പോയിട്ട് അല്ലെങ്കിൽ അമ്മവാക്കാൻ്റെ അവിടെ പോയതോ, അമ്മവാക്കെന്നടാ 100 റുപ്യ ഒന്നും എനിക്ക് എന്ന് പറയുമ്പോ നല്ല മനസ്സല്ലേ. മറ്റേ കുട്ടി പറയാണ്, ഈ കുട്ടികളെ കൽബിൽ ഒരു ഇൽഫത്തുണ്ടായില്ലേ. കുറച്ചണ് കഴിഞ്ഞാൽ അമ്മവാക്ക പിന്നെ വന്ന് കാട്ടൊരു 200 റുപ്യ കൊടുക്കും. പിന്നെ കൂടി എടാ എൻ്റെ ഒപ്പം പോരടാ, ജുമാക്ക് പോരടാ, നല്ല രസമുണ്ട്, AC പള്ളിയാ, ഈ വന്നോക്ക്, വണ്ടിൻ്റെ എങ്ങനെ എത്ര നല്ല നല്ല വണ്ടി അറിയോ, ഞങ്ങൾ പള്ളിൻ്റെ മുമ്പിൽ നിർത്തി, നിങ്ങളവിടെ കയറ സൈക്കിളല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെങ്ങനെ ഹരം പിടിപ്പിക്കുമ്പോൾ കുട്ടികളിങ്ങനെ വരും. അവിടെ ഞങ്ങളെ ടാബൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇമാമ് ഖുത്ബ ഓതുന്നത്. വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ട്. ഇമാമ് ഓതുമ്പോൾ തന്നെ പള്ളിൻ്റെ മുകളിലായിരിക്കണം സ്ക്രീനിൽ കാണാം. ഇത് പറയുമ്പോൾ കുട്ടികൾക്ക് പോകാൻ പുതിയോ അടുത്ത ആഴ്ച ജുമാക്ക് കൊണ്ടുപോകും. ഈവൻ ഈ കോലത്തിൽ ഇത് പറ്റിക്കാൻ കാരണമാകുമോ? പൊന്നു പെങ്ങളെ പോണ്ട. ആ പോകൽ കാരണം ആ അനുജന്മാരും ജ്യേഷ്ഠന്മാരും മക്കൾ കുടുംബാദികൾ തമ്മിലുണ്ടല്ലോ ഒരു കൃപ വരാൻ, ആ കൃപ ബിദ്അത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുമെന്ന് കണ്ടാൽ എന്റെ പൊന്നുമോള് പോണ്ട. ആങ്ങള അവിടെ ജീവിച്ചോട്ടെ, പെങ്ങൾ ഇവിടെയും ജീവിച്ചോ. അമാനത്ത് കോയണ്ടി മുസ്ലിയാർക്ക് ഒരു മകളുണ്ടായിരുന്നു. അമാനത്ത് കോയണ്ടി മുസ്ലിയാർ നിങ്ങൾ കേട്ടുന്നില്ലേ അല്ലേ? അമാനത്ത് കോയണ്ടി മുസ്ലിയാരെ കണ്ടവരൊന്ന് കൈ വന്നിച്ചാണ്. ഇത് കാണാലോ, ഒരു ആലിമിനെ കണ്ടവരെ. വേങ്ങരയിലായിരുന്നു ദർസ്. പഴയ കാലത്ത് നമ്മളെ ഇന്നത്തെ സുന്നി വോയിസ് പഴയ കാലത്ത് സുന്നിയുടെയും ചീഫ് എഡിറ്റർ ആയിരുന്നു. ഞാൻ പലപ്പോഴും പല ആവശ്യത്തിനും ബന്ധം പുലർത്തിയിട്ടുണ്ട്. നല്ല ഫഖീഹുമായിരുന്നു, കണ്ടാൽ ഒരു ഹൈബത്തുള്ള മനുഷ്യരുമായിരുന്നു. പട്ടിക്കാട് ഭാഗത്ത് അമാനത്ത് കോയണ്ടി മുസ്ലിയാരെ മകളെ ഒരു നല്ല സുന്നി കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ബിദ്അത്തുകാരനായി. അതിലൊരു മകൻ ജനിക്കും ചെയ്തു. ഈ ബിദ്അത്തുകാരനായ ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ, ഇവര് തമ്മിൽ വലിയ സ്നേഹ, പിരിയാൻ മനസ്സനുവദിക്കാത്ത സ്നേഹമാണ്. പക്ഷേ ബിദ്അത്ത് ആയ കാരണത്താൽ ഈ പെണ്ണും ആ ഭർത്താവും തമ്മിൽ പിരിഞ്ഞു. ഈ ഭർത്താവ് നല്ല പണക്കാരനായിട്ടുണ്ട്, കച്ചവടമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് തമ്മിൽ പിരിഞ്ഞു. അതിലൊരു കുട്ടിയുമുണ്ട്. അമാനത്ത് കോയണ്ടി മുസ്ലിയാരെ മകള് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നല്ല പണക്കാരനായ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അത് പിരിഞ്ഞത് തന്നെ ഫിഖ്ഹിന്റെ പല മസ്അലകളും വെച്ചിട്ടാ പിരിഞ്ഞത്. അല്ലാതെ പിരിയാൻ സാധിച്ചില്ല. പല മസ്അലകളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി, ഫസ്ഖിന്റെ മസ്അലകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാ പിരിഞ്ഞത്. അങ്ങനെ പിരിഞ്ഞു. ഈ പെണ്ണിനെ കുറെ കഴിഞ്ഞിട്ട് മറ്റൊരാള് വന്ന് വിവാഹം ചെയ്തു. ഒരു ചെറിയ മദ്രസ മുസ്ലിം ഒരു മൂലിയാര് വന്നിട്ട് വിവാഹം ചെയ്തു. ഈ ചെറുപ്പക്കാരനായ കുട്ടി വളർന്ന് വലുതായി. പ്രായപൂർത്തിയെത്തുന്ന സമയം വന്നപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എനിക്കൊരു ഉമ്മയില്ലേ, എന്നെ പെറ്റ ഉമ്മയില്ലേ?
എനിക്ക് എൻ്റെ ഉമ്മാനൊന്ന് കാണണം. ഉമ്മാനെ കാണാൻ പോവാണ്. കുറച്ച് പൈസയും കയ്യിൽ വെച്ച് ഉമ്മാക്ക് കൊടുക്കാൻ ആ ഉമ്മന്റെ അടുക്കൽ ചെന്നപ്പോ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് മോനോട് പറഞ്ഞു, പൊന്നുമോനെ, എൻ്റെ മുഖം നീ കാണരുത് കേട്ടോ, നിന്റെ മുഖം എനിക്ക് കാണണ്ട മോനെ, പൊയ്ക്കോ. ആ ബിദ്അത്തുകാരന്റെ മോനാണ് നീയും ഇന്ന് ആ ബിദ്അത്തിലാണ്. ആ ബിദ്അത്തിലായ നിന്റെ പണവും എനിക്ക് വേണ്ട. ഞാൻ ഇന്നൊരു മുസ്ലിയാരെ കൂടെ ഉച്ചക്ക് കഞ്ഞിവെള്ളം കുടിച്ച് ഫക്കീറായ ഒരു മുസ്ലിയാരെ കൂടെ ജീവിക്കുന്നുണ്ട്. നീ പൊയ്ക്ക മോനെ. സ്വന്തം വേദന കൊണ്ട് സഹിച്ച് പെറ്റ മോനെ മുഖം കാണിച്ചു കൊടുക്കാതെ തിരിച്ചയച്ചു. ഇപ്പോൾ ആ പെണ്ണ് ഒരു മുസ്ലിയാരെ കൂടെ ജീവിക്കണത്. ഏതാ മുസ്ലിയാര്? തരുവൺ അബ്ദുള്ള മുസ്ലിയാർ. തരുവൺ അബ്ദുള്ള മുസ്ലിയാരെ ഭാര്യന്റെ കഥയാണത് കേട്ടോ. സ്വന്തം വയറ്റിൽ 10 മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച്, ആ കാലത്തൊന്നും ഹോസ്പിറ്റലിൽ പോയി കീറലും ഇതൊന്നുമില്ല. അന്ന് വേദന സഹിച്ചു വെച്ചതാ. ആ മോനോടാ പറഞ്ഞത്, മോനെ പൊയ്ക്കോ, നിന്റെ മുഖം എനിക്ക് കാണണ്ട, എന്റെ ബാപ്പാന്റെ പൈസ എനിക്ക് വേണ്ട. ബിദ്അത്തുകാരനാണ് ജി. ഇന്നും അവര് രണ്ടുപേരും ശക്തമായ ബിദ്അത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ മോനും ആ ബാപ്പയും രണ്ടുപേരും മരിച്ചു. കോയ മുസ്ലിയാർ മരിച്ചു, ആ പെണ്ണും മരിച്ചു, അബ്ദുള്ള മുസ്ലിയാരും മരിച്ചു. അല്ലാഹു അവർക്ക് അതിന്റെ ആ പെണ്ണിന് സ്വർഗത്തിന് വലിയ പദവി കൊടുക്കട്ടെ. അബ്ദുള്ള മുസ്ലിയാർക്കും പദവി കൊടുക്കട്ടെ. അവരാ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇതൊക്കെ പഠിച്ചാൽ ഇനി മസാല ഞാൻ കൂടുതൽ പറയണം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കി. ഈമാനിന്റെ സംരക്ഷണത്തിന് എങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റുമോ, മാറി നിൽക്കാൻ പറ്റുമോ, ദേഹോപദ്രവങ്ങൾ വരുത്തുന്ന അവസ്ഥകൾ നിങ്ങൾ വരുത്തി വെക്കരുത് എന്ന് ആ വിഷയത്തിൽ പ്രത്യേകം ഞാൻ കൂട്ടിച്ചേർക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്നേഹബഹുമാനങ്ങളോടെ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മുത്തഅല്ലിമുകളെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകർ, നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമിക്കൽ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ പൊള്ളു പറയുന്നതിന്, കളവ് പറയുന്നതിന് ആലിമീങ്ങളെ പറ്റി പറയും, ആരെപ്പറ്റിയും പറയും. നമ്മളെ നാവിന് ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ സൂക്ഷിച്ചോ. നമ്മുടെ അമലുകൾ ചുരുട്ടി വലിച്ചെറിയുന്ന മാരകമായ ഒരു വിപത്തും നരകം സമ്പാദിക്കാൻ പറ്റിയ പണിയാണ്. ഇതുകൊണ്ട് പേടിച്ചുകൊണ്ട് തന്നെ ആലിമീങ്ങൾ അവരുടെ ജീവൻ അപകടപ്പെടുകയാണെന്ന് കണ്ടിട്ട് പോലും ആ കക്ഷിയെ ഒരു പ്രതിക്കൂട്ടിൽ വെച്ച് വിസ്തരിക്കാൻ ഞാൻ നേരിൽ കണ്ടിട്ടില്ല തല്ലണത്. വടിയേറ്റ് വന്നിട്ടുണ്ട്, കടന്നു വന്നത്, നമുക്കത് മതിയല്ലോ, അതും വേണ്ട, നമുക്കൊന്നും അതും വേണ്ട. ഒരു സൂചന കിട്ടിയാൽ മതി, അല്ലെങ്കിലാണ് ചാർത്തി കൊടുക്കും. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവ് മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുമ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തു. ലമ്മാ ഉസ്രിയ ബി, ഇസ്രാഇന്റെ രാത്രിയിലോ ലമ്മാ ഉരിജ ബി, മിഅ്റാജിന്റെ രാത്രി എന്നെ വാനാഹരോണം നടത്തിയപ്പോൾ സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്തു. കണ്ടിട്ട് നമ്മളോട് വന്ന് പറഞ്ഞു. ഇത് അനുഭവജ്ഞാനമാണ്, തോന്നി ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതല്ല. എന്തിനാണെന്നറിയോ? പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം അഷ്റഫുൽ ഖൽഖിനെ കൊണ്ടാണ് അല്ലാഹു തആല തീരുമാനിച്ചത്. അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് തീരുമാനിച്ച് ഇസ്ലാം പൂർത്തീകരിക്കുമ്പോൾ ഇനി ഒരു സംഗതിക്ക് ഇവിടെ ബാലൻസ് വരരുത്. ഇസ്ലാം എന്തു പറഞ്ഞോ അതൊക്കെയും എന്താ? അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ്, അല്ലാഹ് ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി ആണ് ഒന്നാമത്തെ തെളിവ്. അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലാണ് തെളിവാകാൻ കാരണം എന്താണ്? ഇത് കേൾക്കാൻ 2 വചനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2 വചനങ്ങളാണ്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാ?
മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു നമ്മുടെ വാദമാണ്, മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് അതിന്റെ തെളിവാണ്. തെളിവ് സ്ഥിരപ്പെട്ടില്ലെങ്കിൽ വാദം സ്ഥിരപ്പെടൂല. അപ്പൊ തെളിവ് സ്ഥിരപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത്. ഈ മുഹമ്മദ് റസൂലുള്ളാഹിയാണ് അല്ലാഹ് ഉണ്ട് എന്നതിന് തെളിവ്. ഹുദൂസു ഹാദിഹിൽ മഖ്ലൂഖാത്തൊക്കെ രണ്ടാമത്തെ തെളിവാണ്. എന്തേ മുഹമ്മദ് റസൂലുള്ളാഹി തെളിവാൻ കാരണം? അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹ് ഉണ്ട് എന്ന് നേരെ കണ്ണോണ്ടാണ് കണ്ടതാണ്. അനുഭവജ്ഞാനമാണ്. അനുഭവജ്ഞാനത്തിൽ പഠിപ്പിച്ച ഒരു സംഗതിയെ അനുമാനജ്ഞാനം കൊണ്ട് എതിർക്കാൻ കഴിയില്ല എന്നത് ലോകം അംഗീകരിച്ച തത്വമാണ്. മലപ്പുറം കോട്ടപ്പടി പള്ളിയിൽ നിങ്ങളെല്ലാവരും എന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഒരു ക്ലാസ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അനുഭവമാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മഹല്ലത്തുകളിൽ തിരിച്ചു ചെന്നിട്ട് ചെമ്മങ്കളവോ കോടൂരോ മലപ്പുറത്തോ കോട്ടക്കലോ എവിടെയെങ്കിലുമൊക്കെ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ യാദൃച്ഛികമായി മലപ്പുറത്ത് പോയി ലോറിസ്കരിക്കാനവിടെ പള്ളിയൊക്കെ കയറിയപ്പോൾ അവിടെ ഒരു ഇൽമിന്റെ മജ്ലിസ് കണ്ടു, ഞാൻ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട്. അങ്ങനെ ഒരു സദസ്സ് മലപ്പുറത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ആരാ ക്ലാസ് എടുക്കണത്? അങ്ങനെ ആ ആട്ടിരി തങ്ങളാണ്. അയാളല്ല ഇപ്പം ഇന്നലെ കൊപ്പത്ത് അവിടെ പ്രസംഗിച്ച് ഞാനവിടെ കൊപ്പത്തെ പ്രസംഗത്ത് കൂടിയതാണല്ലോ. അയാൾ മലപ്പുറത്ത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് അയാൾ അനുമാനിച്ചു പറഞ്ഞാൽ അനുഭവിച്ച നിങ്ങളെ മുമ്പിൽ അത് വില പോകുമോ? ഇല്ല. നിങ്ങൾ അനുഭവിച്ച നിങ്ങളെ മുമ്പിൽ അയാൾ അനുമാനിച്ചു പറഞ്ഞതിന് വിലയും. യുക്തിവാദി അല്ലാഹ് ഇല്ലാതെ പറയണത് അനുമാനിച്ചു പറയണം. യുക്തിവാദി അല്ലാഹ് ഇല്ലാതെ പറയണത് അനുമാനിച്ചു പറയണം. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ലാതെ പോയി എന്ത് കണ്ടിട്ടായി പറയണത്? അങ്ങോട്ട് പറയന്നെ. വേറെന്താ പോലെ തെളിവ്? അല്ലാഹ് ഇല്ലാന്നുള്ളതിന് ഇല്ലായ്മക്ക് തെളിവാണ്ടല്ലോ, ഉജൂദിലല്ലേ തെളിവ്. അപ്പൊ ഇല്ലാന്ന് പറയാൻ എന്തിനാ തെളിവ്? ഇല്ലായിട്ട് തന്നെ. ഇതിനപ്പുറം എന്ത് പറയാണ്ട്? എന്ത് പറയുകയാണെങ്കിൽ അനുമാനിച്ചല്ലേ പറയണത്. ഉണ്ട് എന്ന് പറഞ്ഞത് കണ്ടിട്ട് പറയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലൊക്കെ കാണിച്ചു കൊടുത്തു. നരകമുണ്ട്, സ്വർഗമുണ്ട്, നരകത്തിന് ശിക്ഷ ഉണ്ട്, അള്ളാഹ് ഉണ്ട് കാണിച്ചു. ഇനി ഇസ്ലാമാണ് പൂർത്തീകരിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്നിൽ ബാലൻസ് വരണ്ട. ഒക്കെ കാണിച്ചു കൊടുത്തു. നരകവും കാണിച്ചു കൊടുത്തു, സ്വർഗവും കാണിച്ചു കൊടുത്തു, നരകത്തിലെ ശിക്ഷയും കാണിച്ചു, ശിക്ഷന്റെ ഐറ്റംസും കാണിച്ചു കൊടുത്തു. എല്ലാം കണ്ടിട്ട് വന്ന് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? ഈ സദസ്സിലിരിക്കാൻ പേര് മാറ്റിയിട്ട് വേണം ഇരിക്കാൻ. അല്ലാഹു നമ്മളെ ഈമാൻ കാത്തു രക്ഷിക്കട്ടെ. ഇതിലാരെങ്കിലും അങ്ങനെ ഉണ്ടോ? അതൊക്കെ കുറച്ച് ഓർമ്മയ്ക്ക് കിട്ടിയ ഉസ്താദന്മാർ നമ്മളെ പേടിപ്പിച്ചാൻ പറയണം. അത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചാൽ കാഫറായി പോകും. റിദ്ദത്ത് സംഭവിക്കും. മുർത്തദ്ദാവും ഇസ്ലാം എന്നാണ് പുറത്തു പോകും. വിശ്വസിച്ചോളണം. നരക സ്വർഗത്തിന്റെ ശിക്ഷയുടെ കാര്യങ്ങളും അള്ളാഹിനെ കണ്ടതും പരലോകം ഇതിൽപ്പെട്ട ഒക്കെ റസൂൽ എന്ന് പറഞ്ഞു തന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റൂല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിന്റെ അറിവുകളെ മനുഷ്യബുദ്ധിക്ക് അതീതമായി കണ്ടുപിടിക്കാനുള്ള യത്നം എന്നാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തിന്റെ അറിവുകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അൽ ആലമു മാ സിവൽ ബാരി തആല, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്തതാ. അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു ഇൽമും ബുദ്ധിയോട് മനസ്സിലാക്കാൻ പറ്റൂല, ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ കേട്ടോളാം. അതിൽ ഒട്ടും സംശയിക്കാൻ പാടില്ല. സംശയിച്ചാൽ കാഫറായി പോകും. ഉറച്ചു വിശ്വസിക്കാൻ ബാധ്യസ്ഥരായ ഒരു കൂട്ടരാണ് നാം. അള്ളാഹു റസൂൽ പറയാണ്, എന്നെ മിറാജിന്റെ രാത്രിയിൽ യാത്രയാക്കപ്പെട്ടപ്പോൾ എനിക്ക് പലതും കാണിച്ചു തന്ന കൂട്ടത്തിൽ എനിക്ക് കാണിച്ചു തന്ന ഒരു മനുഷ്യനെങ്ങനെ ഇരിക്കുക, രണ്ട് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനിങ്ങനെ ഇരിക്കുക. രണ്ട് മലക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ആ മലക്ക് കയ്യിലുള്ള കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് വലതുഭാഗത്തെ കവിളിങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുന്ന, അരിഞ്ഞ് മുറിക്കുകയാണ്. മുറിച്ച് എല്ലിന്റെ സമീപത്ത് എത്തുമ്പോൾ ഇടതുഭാഗത്തെ മലക്ക് അവിടെ മുറിക്കാൻ തുടങ്ങും. ഇവിടെ മുറിച്ചു കഴിഞ്ഞു, ഇല്ല. അപ്പൊ ഇടത്തെ ഭാഗത്തെ മലക്ക് അവിടെ മുറിക്കാൻ തുടങ്ങും. ഇത് മുറിച്ച് എല്ലിന്റെ സമീപത്ത് എത്തുമ്പോ ഇവിടെ മുറിക്കണതിനനുസരിച്ച് ഇവിടെ വന്ന് കുന്നുകൂടുന്നു. ഇവിടെ മാംസം കൂടും. ഇവിടെ മുറിക്കുകയാണ്, എല്ലിന്റെ അടുത്ത് എത്തുമ്പോ ഇവിടെ വന്ന് കൂടി. അപ്പൊ ഇവിടുത്തെ മലക്ക് വീണ്ടും ഇവിടെ മുറിക്കും. അങ്ങനെ മുറിച്ച് ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇടതടവില്ലാതെ ഒരു ഭാഗത്ത് മുറിച്ച് കഴിയുമ്പോ മറ്റേ ഭാഗത്ത് കൂടുന്നു. ആ ഭാഗത്ത് മുറിച്ച് കഴിയുമ്പോ ഇവിടെ വീണ്ടും വന്നു ചേരുന്നു. ഇങ്ങനെ അങ്ങ് കൂടി തിങ്ങി വരുന്നു. ഈ മനുഷ്യൻ കിടന്ന് പെടയുകയാണ്, സഹിക്കാൻ വയ്യാതെ പെടയുകയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇയാളെ ഒരു പിടിച്ചു വെച്ചിട്ട് ഈ മാംസങ്ങളെ രണ്ട് ഭാഗത്തും അരിഞ്ഞ് മുറിച്ചു കൊണ്ടിരിക്കുമ്പോ ഇയാൾക്കൊരു സ്വൈരം കൊടുക്കാതെ ഇയാളെ ശിക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം,
എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ്, എന്തിന്റെ പേരിലാണ് ഇയാളെ ശിക്ഷിക്കുന്നത്, എന്താണ് ഇത്രമാത്രം ശിക്ഷിക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത കടുപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന മറുപടി, നബിയേ, ഏത് മനുഷ്യനും മരിച്ച് ഖബറിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ദുനിയാവിൽ അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരു സാമ്പിൾ ശിക്ഷ അല്ലാഹ് ഖബറിൽ കൊടുക്കും. ഒരു സാമ്പിൾ ശിക്ഷ. അതിന്റെ സ്പെഷ്യൽ ശിക്ഷ പരലോകത്ത് വേറെ ഉണ്ട്. ഇതൊരു സാമ്പിൾ ശിക്ഷയാണ്. ഇത് സാമ്പിളോ? അതെ, അത് സാമ്പിൾ ശിക്ഷയാണ്. ഒരു ചെറിയ ഡോസാണ്. പ്രത്യേകമായ ശിക്ഷ പരലോകത്ത് വരാനുണ്ട്. എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്നല്ലേ? അയാളുടെ മുഖത്ത്, അയാളുടെ വായിൽ അല്ലാഹു തആല സൃഷ്ടിച്ച നാവ് കൊണ്ട് കളവ് പറയുന്നവനായിരുന്നു നബിയേ. ആ നാവ് ഉപയോഗിച്ചുകൊണ്ട് കളവ് പറഞ്ഞ കാരണത്താൽ കൊടുക്കുന്ന ഖബർക്ക് എത്തിയാൽ കിട്ടണ സാമ്പിൾ ശിക്ഷയാണ്. ഇനി പരലോകത്ത് എത്തിയായിട്ടാണ് പിന്നെ ഇനിയിപ്പോ സഹിക്കാൻ പറ്റുമോ? ഇത് സഹിക്കാൻ പറ്റുമോ? ഖിയാമത്ത് വരെ തുടരുകയാണ് ഈ ശിക്ഷ, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടത്തേക്ക് എത്തിയ നരകത്തിൽ പ്രത്യേകമായ ഒരു സമുദ്രത്തിലിട്ടിട്ട് അവനെ എറിഞ്ഞ് കരകയറാൻ കഴിയാത്ത വിധത്തിൽ അവനെ എറിഞ്ഞ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ വേറെ പറയുന്നുണ്ട്. എന്റെ പൊന്നുമക്കളെ, അല്ലാഹു നമ്മളെ ഈ മാരക ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ കളവ് പറയരുത്. എന്ത് വില കൊടുത്തു കളവ് പറയൽ ചില സന്ദർഭത്തിൽ നിർബന്ധ, ചിലപ്പോ ജായിസ. കളവ് പറയല് ഒരു മുസ്ലിമായ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സദസ്സൊക്കെ ഒരാളുണ്ട് ഓടി വന്നിട്ട് പറയാണ്, ദാ ഇന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഇസ്ലാമിൻ്റെ ശത്രുവായ ഒരാൾ വാളും പിടിച്ചിട്ട് എൻ്റെ പിന്നാലെ വരികയാണ്. മുസ്ലിമായ കാരണത്താൽ എന്നെ കൊല്ലണത്, ഇസ്ലാമിൻ്റെ പേരിൽ എന്നെ കൊല്ലാൻ വരികയാണ്. പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ള വിവരങ്ങൾ പറയരുത്, എനിക്ക് നിങ്ങൾ അഭയം തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ ഇരുന്നിട്ട് അഭയം ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു, ഇന്ന ആളുകൾ വന്ന മേമ്പുട്ടിന് വന്നോ? ഏത് മേമ്പുട്ടിയടാ? ഞങ്ങൾക്ക് മേമ്പുട്ടി നോക്കാലാ പണി എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പിന് കഴിച്ചിലാക്കാൻ നോക്കണം. ഉണ്ട് എന്നില്ല എന്നും പറയണ്ടല്ലോ. അതൊന്നും അല്ല സംഗതി. കഴിച്ചില്ലാന്ന് ഇവിടെ ഇല്ല. പൊള്ളല്ലേ പറഞ്ഞത്? അവിടെ പൊള്ളാറില്ല നിർബന്ധം. എന്തിന്? ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ വാള് കൊണ്ടൊരു ഈമാൻ ഒരു മുസ്ലിമിനെ വകവരുത്താൻ കൊടുക്കൂടാ. പെണ്ണുങ്ങളോട് ചിലപ്പോ പൊള്ളാറില്ല ജായിസാൻ, ഭാര്യമാരോട് ചിലപ്പോ പറയും വേണ്ടി വരും. പെരീകെത്തുമ്പോളേ നേരം പക്കിയാതുണ്ടാവും. ഇങ്ങനെ വെമ്പാലം മുറുക്കന്റെ മാതിരി നിക്കണ്. അങ്ങനെ ഓക്കൊരു ചെറിയ സംശയവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. വേറെ എവിടെന്നെങ്കിലും ഇത് കെട്ടിക്കണ് എന്ന് തോന്നിക്കണമെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇത് കേട്ട് ബെരട്ടേജിന് ചൂലും പിടിച്ചിങ്ങനെ നിൽക്കുക. ഇന്ത്യ ഞങ്ങൾ ഇത്ര നേരം പകിയത് എന്നിപ്പോ ആ പള്ളിക്കര ഉസ്താദ് ബാലതരുടെ എത്ര സമയം നീട്ടിക്കൊണ്ടുപോയി പറയും. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചിക്കണം, ഉസ്താദ് ബാലെറിഞ്ഞ് നീട്ടിക്കണൊക്കെ ശരിയാ, ഞാനാ വേദ കുത്തർന്ന് പോയി പറഞ്ഞോ. ചിലപ്പോ മൂല്യമാർക്ക് വരെ തട്ടിപ്പോണ്ട്. സദസ് പറയാൻ പറ്റൂല. നിങ്ങൾ അൽക്കവ് പോലിയ ജുമാക്ക് വന്നിട്ട് അൽക്കവ് പോതൽ സുന്നത്തായ എത്ര സമയം? മഗ്‌രിബിന്റെ അവസരം സുന്നത്താണ്, സുബീന്റെ അവസരം സുന്നത്താണ്, സുബീ ഓതൽ സുന്നത്താ. നിങ്ങൾ ഓതിയാ? അപ്പൊ കേട്ടപ്പോ നമ്മൾ വിചാരിച്ച് ഓതിക്കണ്. അങ്ങനെ തൗരീയത്തിന്റെ ഒരു പണിയുണ്ട്. കിതാബ് പഠിച്ചവർക്ക് പല വജ്ജുണ്ട്. ഓല് കഴിച്ചിലാവും പറയല്ലോ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കുടുങ്ങും. നിങ്ങൾ തൊട്ട് കളിച്ചാൽ പോണ്ട. ഇത് സാധനം വേറെ, ഈ മൂല്യമാര് തരാൻ പറ്റാത്ത സാധനങ്ങളാ. നിങ്ങളതിൽ ഇടപെടാൻ പോണ്ട. ഇറ്റങ്ങൾക്കൊക്കെ കഴിച്ചിലാക്കാൻ എന്തെല്ലാം മാർഗമുണ്ട് അറിയും. തൗരീയത്ത് കണ്ടൊരു പണിയുണ്ട്. തൗരീയത്ത് പറഞ്ഞാൽ എന്താ? കളവല്ല. കേൾക്കണമെന്ന് വിചാരിക്കുന്നത് സത്യമാണ്, നമ്മൾ വിചാരിച്ചത് വേറെയാണ്. അള്ളാന്റെ റസൂൽ ബദർക്ക് ചെന്നപ്പോഴേ, ബദറിന്റെ കഥ പറയുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. ബദർക്ക് ചെന്നപ്പോ എത്ര ആൾക്കാരുണ്ട് മുശ്രിക്കീങ്ങൾ എന്ന് നബിക്ക് അറിയണം. അതിനിപ്പോ എന്താ മാർഗം? ഒരാളെ വിട്ടുപോക്കാൻ വെച്ച അവരെവിടെ എത്തിയെന്നറിയില്ല. മക്കത്തുനിന്ന് ഒരു പുറപ്പെട്ടേക്കണ്, പോലും ഇവിടെ എത്തിക്കണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ബദറിന്റെ പരിസരത്ത് ചെന്ന് കണ്ട് ഇങ്ങനെ ചുറ്റോടിട്ട് നടന്നു നോക്കുമ്പോ ആരും കാണാനില്ല. അപ്പൊ ഒരു വയസ്സങ്കാക്കാനെ കണ്ടു. ആ വയസ്സങ്കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, മക്കയിൽ നിന്ന് അബൂജഹലും പാർട്ടിയും ഒരു കൂട്ടർ മക്കാര് പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടല്ലോ, അവരിവിടെ എവിടെയെങ്കിലും എത്തിക്കടാന്ന് വെച്ചു. അപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് വരികയെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവിടുന്നാന്നുള്ളത് പിന്നെ പറയാം, ഞാൻ ചോദിച്ചതിന് മറുപടി ഞാനല്ലേ ആദ്യം ചോദിച്ചത്. അപ്പൊ ഇയാൾ ചോദിച്ചു, പകരത്തിന് പകര. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോ പകരത്തിന് പകരം. അപ്പൊ നിങ്ങളെ മറുപടി ആയിക്കോട്ടെ, നിങ്ങൾ എവിടുന്നാന്ന് പറഞ്ഞെന്നാൽ ഞാൻ ഓരോ ചോദിച്ചതിന് മറുപടി പറയാറുണ്ട്. അപ്പൊ ഞാനല്ലേ ആദ്യം ചോദിച്ചത്, അതിന് മറുപടി അറിയാം. എന്നാ ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരുമോ നിങ്ങൾ എവിടുന്നാന്ന്? ആ
മക്കയിൽ നിന്ന് അബൂജഹലും പാർട്ടിയും പുറപ്പെട്ടിട്ടുണ്ട്, അത് ഇന്ന ദിവസമാണ് പുറപ്പെട്ടത് എന്ന വാർത്ത ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ ഇപ്പോൾ അവർ ഇന്ന സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞു. കറക്റ്റ് ആ സ്ഥലത്ത് അവരുണ്ടായിരുന്നു. പറഞ്ഞു കൊടുത്തല്ലോ. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഈ തന്ത ചില്ലറ തന്തല്ല, കറക്റ്റ് ഭൂമിശാസ്ത്രം അറിയുന്ന ആളാ. വഴിയും സ്റ്റോപ്പും ഒരു മനുഷ്യൻ നടന്നാൽ ഇത്ര സ്പീഡിൽ നടന്ന അത്രയെടുത്തെത്തും, പോണ വഴിക്ക് ഇന്നോടത്തൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരും, ഒരാൾക്ക് ശരാശരി ഇന്ന സമയത്തൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടും, ഇതൊക്കെ കണക്കൂട്ടിയിട്ടാണല്ലോ പറയാൻ. കഴിഞ്ഞ ചൊവ്വാഴ്ച മക്കത്തുനിന്ന് ഒരു പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ ചൊവ്വാഴ്ച ഒരു ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും എന്നാണ്. നോക്കുമ്പോ അവിടെ തന്നെ വരും. സന്ത കണ്ടിട്ടൊന്നുമില്ല. മറുപടി പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾ എവിടുന്നാന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണല്ലോ. നിങ്ങൾ എവിടുന്നാന്ന് വെച്ചപ്പോ അള്ളാന്റെ റസൂൽ മിൻ ഐന അന്താന അന്തും എന്നാണ് അയാളെ ചോദ്യം. നിങ്ങൾ എവിടുന്നാണ്? നഹ്നു മിമ്മാ. അള്ളാന്റെ റസൂലിന്റെ മറുപടി നഹ്നു മിമ്മാ, ഞങ്ങൾ മാ എന്നാണ്. മാ എന്ന് പറഞ്ഞപ്പോ ഇയാള് ചോദിച്ച് അതിൽ ഇറാഖില് മാ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾ ഇറാഖിലെ മാ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണോ? അതായത് റസൂലുള്ള കാര്യമായിട്ട് മറുപടി എന്ന് പറയാതെ വെങ്കച്ചിലായി എന്നാണ്. അള്ളാഹു റസൂൽ ആദ്യം പറയാൻ നഹ്നു മിമ്മാ എന്ന് പറഞ്ഞപ്പോ ഇയാള് മനസ്സിലാക്കി ഇറാഖിലെ മാ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുന്നാണ്. അള്ളാഹു റസൂൽ പറഞ്ഞതോ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ. ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ലേ, മനുഷ്യൻ ഇന്ദ്രിയത്തുള്ളിയാകുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം എന്ന്. അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. ഇയാള് മനസ്സിലാക്കിയത് ഇറാഖില് മാ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാ വാക്കിന്റെ അർത്ഥം. ഇയാള് മനസ്സിലാക്കിയത് ഇറാഖില് മാ എന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിന്ന് വരികയെന്ന് അയാളും മനസ്സിലാക്കി. മറുപടി കിട്ടി, അയാളും സഹിച്ചു. അള്ളാന്റെ റസൂൽ പറഞ്ഞത് പൊള്ളല്ല, ഇതിനാണ് തൗരിയത്ത് എന്ന് പറയാ. ഇത് പഠിച്ച മൂല്യന്മാരായി ഇരിക്കണം എന്ന് ഒഴിവാ. പോലെ എന്ത് പറഞ്ഞാലും സൂക്ഷിച്ചോളേണ്ടേ, അതിലൊരു കണി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നാരങ്ങൾ കൂടണ്ട. കുറ്റപ്പെടുത്തി നിങ്ങൾ കുടുങ്ങും, മൂല്യമാര് വെച്ചിട്ടാവും ചെയ്യും. ആളെങ്ങളെ വല്ല മൂല്യമാർക്ക് എന്തിനും മസാല ഉണ്ടാവുമെന്ന്. ഇത് പഠിച്ച നിങ്ങൾക്കും ഉണ്ടാവും മസാല. നിങ്ങൾ പഠിക്കേറ്റാണ്. ദീനുൽ ഇസ്ലാമിൽ രക്ഷപ്പെടാൻ പല മാർഗമുണ്ട്. തൗരിയത്ത് പറഞ്ഞിട്ട് പല നിലക്കും കഴിച്ചിലാവാം. അവിടെ ഉദ്ദേശിക്കണത് വേറൊന്ന്, കേൾക്കണോ വേറൊന്നും കരുതും. അപ്പൊ പെരീക്ക് ചെല്ലുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്വീപ്പാക്കിയിട്ട് അവിടെ കടക്കാനയക്കാന്ന് ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ എന്തെന്ന് നേരം വൈകി പറയും, നിങ്ങൾ എവിടേക്ക് പോയി പറയും. എനിക്ക് 2-3 ദിവസമായിട്ട് നിങ്ങളെ ഫോൺ ഒരു സംശയം, പല ഫോൺ വരും. നിങ്ങളെ ഭർത്താവിന് ഒരു ചോദിക്കും, ഞങ്ങളവിടെ ഫോൺ വന്നാൽ വിറ്റത്ത് കണ്ട് ഇറങ്ങിപ്പോണം, എന്തിനാ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് സംശയം, നിങ്ങളെ വിലവ് കണ്ടപ്പോൾ എനിക്ക് തീരെ ചോദില്ല. അതുകൊണ്ട് പറയും നിങ്ങൾ എവിടേക്ക് പോയി. അപ്പൊ പറയുക ഈ പെണ്ണുങ്ങൾ ഇത് വലിയ ഫിത്തരല്ലോ, അവളാണ് കയറ്റിയില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ കഴിഞ്ഞെടുത്ത് തല്ലും കുത്തൊക്കെ ഉണ്ട്, കുടുംബകലഹവും പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഏറ്റവും പുണ്യമായ ഒരു കുടുംബകലഹത്തെ വരുത്തി വെക്കുകയും കുടുംബ ബന്ധം ചാർത്തുക എന്ന ആ മഹത്തായ കെട്ടുറപ്പിനെ നശിപ്പിക്കുകയും ചെയ്തൊരു ഫിത്തനല്ലേ അവിടെ ഉണ്ടാകാൻ പോണത്. അപ്പൊ എന്താ പറയാ, ഓളെന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ അന്നെ വിട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി എന്താ മനസ്സിലാക്കിയത്. എന്നാ ആ പള്ളിക്കര ഉസ്താദ് വാല് പറഞ്ഞാണ്ട് സാധാരണ ഉള്ള 1/2 മണിക്കൂറൊക്കെ പറയുന്നത് ഇന്ന് കുറച്ചാട് നീട്ടി. അപ്പൊ ഇവിടെ മനസ്സിലാക്കി, ഓ എൻ്റെ പുതിയ ആപ്പള വാളൊക്കെ കേട്ട് വരികയാണ്. സമാധാനമായി. പേരൻ്റെ ഉള്ളിൽ കയറി കിടന്നുറങ്ങാൻ വരുമ്പോൾ കട്ടിൽമെത്തിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യം പറയാഴ്ച നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ കണ്ടകള് അത് ജായിസാണ്. പെണ്ണുങ്ങളോട് അവരിങ്ങനെ പൊട്ടിച്ചീറ്റി നിൽക്കുന്ന സമയത്ത് അവളുടെ ആ കുറുമ്പ് ഒന്നാട് അടങ്ങാൻ, ആ വിഷം ഒന്നാട് അമരാൻ എന്ത് പറയാൻ കളവ് പറയാൻ ജായിസാണ്. അപ്പൊ ഇതൊക്കെ ജായിസായ സ്ഥലമുണ്ട്, വാജിബായ സ്ഥലമുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ മതി. പഠിച്ചാൽ അതിനനുസരിച്ച് അത് ഉപയോഗിച്ചാൽ മതി. എന്നാ കുഴപ്പമില്ല, പഠിച്ചവരടുത്ത് നമുക്ക് വെച്ചിലാവും. ഇത് ഇങ്ങനെയൊക്കെ വ്യവസ്ഥ അള്ളാഹ് തന്നിട്ട് അതിൽ ഹലാലും ഹറാമും ജായിസും കറാഹത്തും സുന്നത്തൊക്കെ വേർതിരിച്ച് പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ പഠിക്കാതെ തോന്നിയ മാതിരി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് നീ പഠിച്ചോ പുറത്തു തരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് പുറത്തല്ല തരാ, അള്ളാഹ് പുറത്താ തരാ. മര്യാദക്ക് തരും. നമ്മളെ കുറ്റല്ലേ. ഇതൊക്കെ പഠിച്ചോ തന്നീര്, എന്നിട്ട് നമ്മളത് പഠിക്കാൻ തയ്യാറായില്ല, മനസ്സിലാക്കാനും തയ്യാറായില്ല. അതിനൊരു ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. സഹോദരാ, ഈ റമദാനിന്റെ ക്ലാസ്സിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാന്റെ ദീനിനിക്ക് കുറച്ചൊന്ന് പഠിക്കണം, ഒരു ലേശമെങ്കിലും റബ്ബിന്റെ ദീനൊന്ന് പഠിക്കണം എന്ന ഉദ്ദേശത്തോടെ പത്രം വായിക്കുമ്പോ അരിച്ചു പെറുക്കി വായിച്ച് ആദ്യം കിട്ടേണ്ടത് കളിപ്പേജാണ്. ബാക്കിയുള്ളതൊക്കെ മുക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, അതൊന്ന് നോക്കണം.
ഇതൊക്കെ ഒന്ന് ശ്രദ്ധ വിട്ടിട്ട് കുറച്ചെങ്കിലും അതിന്റെ സമയം ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ട് ശർഈയായ ഇൽമു പഠിക്കാൻ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇബാദത്ത് എനിക്ക് സ്വർഗത്ത് പോകാനുള്ള പെർമിഷൻ വാങ്ങാനാണ്, അതിനുവേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി, എന്റെ നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താനെന്ന് മനസ്സിലാക്കി അതൊന്ന് പഠിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറയുന്ന വാക്കുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നരകമാണ് സമ്പാദിക്കുന്നത്. നിസ്സാരം ഒരു കളവ്, ആ കളവ് കൊണ്ട് കിട്ടുന്നത് നരകമാണ്, നരകത്തിലിട്ട ശിക്ഷയാണ്. ഈ മലക്കുകൾ ഇരുന്നിട്ട് രണ്ട് ഭാഗവും അരിഞ്ഞു മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. وأن يكب الناس في النار إلا حصائد ألسنتهم قال رسول الله وأن يكب الناس في النار إلا حصائد ألسنتهم. മനുഷ്യന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് കാലിങ്ങനെ തൂക്കിപ്പിടിച്ചിട്ട് അവന്റെ മുഖം കീഴ്പോട്ടാക്കിയിട്ട് മുഖം കുത്തിയിട്ടാണ് നരകത്തിലേക്ക് എറിയുന്നത്. എന്തിനാണ് മനുഷ്യന്മാരെ മുഖം കുത്തി നരകത്തിലേക്ക് എറിയുന്നത്? ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ മുഖത്തുള്ള നാവ് ചെയ്ത തെറ്റ് കാരണം അവരെ നിന്ദ്യമാക്കാൻ വേണ്ടി ഈ നമ്മൾ ഏറ്റവും ബഹുമാനം കൽപ്പിക്കുന്ന നമ്മുടെ മുഖം, ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും കൊണ്ട് നടക്കുന്ന, ഭംഗി കൂട്ടിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ മുഖം, മറ്റു അവയവങ്ങളെക്കാൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ മുഖം, ആ മുഖം ദുനിയാവിൽ വളരെ വലുതായി നാം കണ്ടെങ്കിൽ ഈ മുഖത്തുള്ള നാവ് കൊണ്ട് തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയായി ആ ബഹുമാനിച്ച മുഖത്തെ നിന്ദ്യമാക്കാൻ വേണ്ടി നരകത്ത് കിടുമ്പോ കാലല്ല ആദ്യം നരകത്ത് പോയി വീഴുക. പിന്നെ മുഖം കുത്തിയിട്ടാ നരകത്ത് വീഴുക. ഇതൊക്കെ നമ്മളെ നാവ് വരുത്തുന്ന വിനയാണ്. കളവ് എന്നൊരൊറ്റ ദോഷം, ഈ വേറെയും കുറേ പറയാണ്ട്. കളവ് എന്ന് പറയുന്ന ഒരൊറ്റ ദോഷം വരുത്തുന്ന വിനയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സത്യമേ പറയാവൂ. ഇത് വായിച്ച് പഠിച്ചാൽ, ഈ ഹദീത്ത് കേട്ട് നിങ്ങൾ പഠിച്ചാൽ സത്യമേ പറയാവൂ, പൊള്ളു പറയരുത് എന്ന് വിചാരിച്ചാൽ ഒരു മുസ്ലിം, ഒരു ഇസ്ലാമിന്റെ ശത്രു ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോ സദസ്സിൽ വന്നിട്ട് ഇരുന്നു. ആ സന്ദർഭത്തിലാണ് അയാള് അപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പൊള്ളു പറയാൻ പാടില്ല എന്ന് വയത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പൊള്ളാവൂലേ? അതിനാ ഞാൻ അപ്പം തന്നെ കൂട്ടി ചേർത്ത് കൊടുത്തത്. ഇത് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ പറയൽ വാജിബാണ്, കളവാണ് അവിടെ പറയാം. ഒരു സഹാബി ഒരു പൊള്ളു പറയും. എന്തിന്? അള്ളാന്റെ റസൂൽ പറഞ്ഞേ, യത്ലു അലൈക്കും മിൻ ഹാദൽ ഫജ്ർ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പൊ ഒരു സ്വർഗ്ഗനിവാസി കയറി വരുന്നതാണ്. ഒരു സ്വർഗത്ത് പോണ ആൾ. ഇപ്പം ഇമാം ഗസാലി തങ്ങൾ ഇഹ്യായിലും സ്വഹീഹ ഹദീസുകളിലൊക്കെ ഉള്ള സംഭവമാണത്. ഒരു സ്വർഗനിവാസി ഇങ്ങനെ ഒരാളിങ്ങനെ, അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരു സ്വർഗനിവാസി ഇപ്പൊ കയറി വരുന്നതാണ്. ഇപ്പൊ സഹാബത്തൊക്കെ അങ്ങനെ ഇരിക്കല്ലേ, ആരാ ഇപ്പൊ സ്വർഗനിവാസി കയറി വരുന്നത്? നോക്കുമ്പോ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആ സ്വർഗനിവാസി ആരാ? സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കയറി വന്നു. കയ്യിലിങ്ങനെ ചെരുപ്പും പിടിച്ചിട്ടുണ്ട്, കീറച്ചെരുപ്പ്. മറ്റേ കയ്യിലുള്ള താടിയിലുള്ള വളുവിന്റെ വെള്ളം ഇങ്ങനെ തട്ടി വരുന്ന രംഗം ഹദീസ് പറയാ. അങ്ങനെ ആ പള്ളിക്ക് കയറി. ഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗത്തിന്റെ ആളാണ്. അപ്പൊ സ്വഹാബത്തിനൊക്കെ ഒരു വിഷമം. ഇത്രയും കാലം റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളെപ്പറ്റി സ്വർഗത്തിന്റെ ആളാന്ന് റസൂലുള്ള പറഞ്ഞില്ലല്ലോ. അയാൾ കയറി വരുമ്പോൾ അയാളെ പറ്റി സ്വർഗത്തിന്റെ ആളാന്ന് പറയുകയും ചെയ്തില്ലേ എന്ന പരാതിയല്ല, അങ്ങനെ ഒരു പരിഭവവും പരാതിയല്ല. പിന്നെ എന്താ അവർക്കുള്ളത്? ഞങ്ങളെപ്പറ്റി സ്വർഗത്തിന്റെ ആളെന്ന് പറയാതെ അയാളെപ്പറ്റി സ്വർഗത്തിന്റെ ആള് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്യാത്ത എന്തോ രാമേലും അയാൾ ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്കും ചെയ്യണം. ഇതാണ് അവരുടെ അശുദ്ധ മനസ്സ്. ഒരു പരാതി അവർക്ക്. അല്ലാഹുവിന്റെ റസൂൽ എത്ര ആളെ പുകഴ്ത്തി പറഞ്ഞേക്കണ്. ഇത്രയും കാലം റസൂലുള്ളാഹിക്ക് സിന്ദാബാദും വിളിച്ച് നടന്നിട്ട് എന്നെ പ്രസിഡന്റ് ആക്കിയില്ലല്ലോ എന്ന് ഒരു സഹാബിയും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഇരിക്കണ സഹാബത്തിന്റെ കൂട്ടത്തിലല്ലേ അശ്റത്തുൽ മുബശ്ശറ ഓലൊക്കെ സ്വർഗത്തിലാന്ന് പറഞ്ഞത്. 10 ആള് സ്വർഗത്തിലാണ്. എന്നിട്ട് മറ്റൊരാൾക്കാർക്കും പരാതി ഉണ്ടോ? അതൊക്കെ നിങ്ങൾ നോക്കി. അവിടെ എന്തെല്ലാം ഓരോരുത്തരെ വിഭജിച്ച് റസൂലുള്ള പലതും ആക്കിയില്ലേ. അതിൽപ്പെട്ട 4 എണ്ണത്തിന് ഖുലഫാഉർ റാഷിദായിട്ട് നേരത്തെ തന്നെ സൂചന കൊടുത്തു. ബാക്കി 10 ആൾ ആറാക്കെന്തെങ്കിലും പരാതി ഉണ്ടോ? അതിൽ ഒരാളെ പറ്റി ഒരാണ് അയാൾ സ്വർഗത്തിന്റെ ആളാണ്. ഇത്രയും കാലം റസൂലുള്ളാഹിക്ക് സിന്ദാബാദും വിളിച്ച് നടന്നിട്ട് ഞങ്ങളെ പറ്റിയത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം കയറി വന്ന അയാളെ പറ്റിയല്ലേ പറഞ്ഞത്, പരാതിയില്ല. പടച്ചോനെ, അയാൾ സ്വർഗത്ത് പോയെങ്കിൽ ഞങ്ങൾ ചെയ്യാത്ത എന്തോ ഒരമല് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിക്കണം. അതിന് 24 മണിക്കൂർ അയാളെ ജീവിതം എങ്ങനെയെന്ന് പഠിക്കണ്ടേ? രാത്രി ആൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിലോ? അപ്പൊ സഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചു, ഇയാളെ 24 മണിക്കൂർ ജീവിതം കണ്ടുപിടിക്കാൻ എന്താ മാർഗം? ഒരു മാർഗമില്ല.
അയാളെ പെരയിൽ പോകണം. അയാളെ പെരയ്ക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളെ പെരയ്ക്ക് പോരട്ടെ എന്ന് ചോദിക്കാൻ പറ്റുമോ? പോരണ്ടാറിനെ കഴിഞ്ഞില്ലേ? അതിനിപ്പോൾ എന്താ? ഇയാളെ വിളിച്ചു കൊണ്ടുപോകണം. നമ്മളങ്ങോട്ട് പറയും ചെയ്യരുത്, വിളിച്ചു കൊണ്ടുപോകും വേണം. അതിനെന്താ മാർഗം? അതിന് മൂപ്പര് അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം ഉപയോഗിച്ചു. ഒരു പൊള്ളു പറയാൻ തീരുമാനിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ മൂപ്പരിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കണം. മാതിരി ഇപ്പുറത്തുനിന്ന് ഞാൻ നിൻ്റെ വാപ്പാനിട്ട് തെറ്റിപ്പോകുന്നതാണ്, പെരയ്ക്ക് ചെല്ലാൻ ഒരു മാർഗമില്ല, പട്ടിണി എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്, എൻ്റെ കാര്യം വലിയ കഷ്ടപ്പാട് തന്നെയാണ്. മൂപ്പരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുന്ന് മാരിസ്കരിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോണ സമയത്ത് ഒരു മൂലിയരിറ്റി ഇവിടെ വന്ന് കണ്ട് ഒന്ന് നോമ്പെറുക്കാനൊന്നും കിട്ടിയിട്ടില്ല, എവിടെയും കിട്ടിയിട്ടില്ല. കാരണം നോമ്പെറുക്കണ നേരല്ലേ, നമ്മൾ കേൾക്കാതെ പോവുക. മാന്യത ഉള്ളൊരു മനുഷ്യൻ ആ മൂലിയരിറ്റി പറഞ്ഞ് കേൾക്കാതെ പോവുക. പോരി മൂലിയരിച്ച ഉള്ളത് കൂട്ടാനൊക്കെ കുറച്ച് കുറവേ കാരണം ഇറച്ചിയും കിട്ടിയിട്ടില്ല, ഉള്ളതൊക്കെ കൂട്ടാന്ന് ഉള്ളത് കൂട്ടാൻ കൂട്ടിക്കൊണ്ടുപോലേ. അപ്പൊ പെരയ്ക്ക് പോകാൻ ചാൻസ് കിട്ടിയില്ലേ? ഇത് അബ്ദുല്ലാഹി ബിൻ അംർ അൽ-ആസ് ചിന്തിച്ചത്. അങ്ങനെ മഹാനവറുകൾ എന്ത് ചെയ്തു? എന്നാ പോരി, കൂട്ടാനൊക്കെ കുറവേക്കാർ ഉള്ളത് കൂട്ടി തിന്ന. പെരയ്ക്ക് കൊണ്ടുപോയി. പെരയ്ക്ക് പോകാൻ സൗകര്യമായി. വീട്ടിൽ ചെന്നു. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് വരുന്ന അവിടെയാണ് ഗസാലി ഇമാം ആ അധ്യായത്തിലാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി കാണാം. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ചുരുക്കത്തിൽ സഹാബത്ത് കണ്ട ഒരു ആവശ്യം നേരത്തെ പറഞ്ഞത്, സ്വർഗം സമ്പാദിക്കാൻ പറ്റിയ ഒരു അമല് കണ്ടുപിടിക്കാനാ ഈ കളവ് പറഞ്ഞത്. അപ്പൊ ജായിസായ സ്ഥലമുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. ഹറാമ് തന്നെ ചിലപ്പോൾ അത് വാജിബായി വരും. ഇത് പഠിച്ചു മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല എന്ന് വാഴ് കേൾക്കുകയും ചെയ്യുക. എന്നാലോ പറയേണ്ട ചില സ്ഥലങ്ങൾ അത് ദുരുപയോഗപ്പെട്ടു പോവുകയും ചെയ്യുന്നത് അപകടമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് കളവ് എന്ന തെറ്റിൽ നിന്ന് പരമാവധി നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കും. അതേ സമയത്ത് നാവ് അല്ലാഹു തആല നമുക്ക് സൃഷ്ടിച്ച റബ്ബിന് ശുക്ർ ചെയ്യാൻ. ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹ് വിരോധിച്ചത് ഒഴിവാക്കുക. നീ അള്ളാഹ് കൽപ്പിച്ചതോ? നാവ് കൊണ്ട് സ്വർഗം നേടാം, നാവ് കൊണ്ട് നരകം നേടാം. നിസ്സാര മാർഗത്തിൽ നരകം നേടാം. അതേ നാവ് കൊണ്ട് സ്വർഗവും നേടാം. സ്വർഗം മാത്രമല്ല നേടാൻ പറ്റില്ല, നാവ് കൊണ്ട് എന്തെല്ലാം നേടാന്നറിയാം. മിഅ്റാജിന്റെ രാത്രി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. നാലാനാകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറയാണ്, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ്, മർഹബൻ ബിൽ വലദി സ്വാലിഹ്. സ്വാലിഹായ മകനെ സ്വാഗതം, സ്വാലിഹായ നബിയെ സ്വാഗതം എന്ന് ആശംസിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ ഇഖ്റ അലാ ഉമ്മത്തിക മിന്നിസ്സലാം. ഈ യാത്ര കഴിഞ്ഞ് അങ്ങയുടെ ഉമ്മത്തിൽ തിരിച്ചെത്തിയാൽ ഇബ്രാഹിമാകുന്ന ഉപ്പാപ്പയായ എന്റെ സലാം അങ്ങയുടെ ഉമ്മത്തിന്റെ മേലിൽ പറയണേ നബിയേ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് സലാം പറഞ്ഞ ചെറു പാർട്ടിയാ ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ക്ലബ്ബുകളിൽ ഇരുന്നു കൊണ്ട്, ഏതെങ്കിലും ഹറാമായ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് സമയം കളയേണ്ടവരല്ല ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് സലാം പറഞ്ഞ ചെറു പാർട്ടിയാ ഞാനും നിങ്ങളും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്കാ പോകുന്നത്, സ്വർഗമാണ് കാണുന്നത്. എന്താണ് സ്വർഗം? ഫഇന്നൽ അർള ത്വയ്യിബത്തുൻ ദുർബതുഹാ വഅദബത്തും മാഉഹാ ഫഇന്ന റീഹഹാ ത്വയ്യിബു മിനൽ മിസ്ക്. എന്താണ് സ്വർഗത്തിന്റെ അവസ്ഥ? അവിടുത്തെ മണ്ണെന്താണ്? ഫഇന്ന അദബത്തും മാഉഹാ, ആ സ്വർഗത്തിന്റെ വെള്ളം വളരെ തെളിഞ്ഞതാണ്. അവിടുത്തെ പുഴകളിലെ വെള്ളം വളരെ തെളിഞ്ഞതാണ്. എത്ര ആഴമുള്ള സമുദ്രമാണെങ്കിലും അതിന്റെ താഴെ ഒരു സൂചി കിടക്കുന്നത് പോലും മേൽഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന തെളിഞ്ഞ വെള്ളമുള്ള പരിശുദ്ധ വെള്ളമാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് സ്വർഗം. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് എപ്പോഴും സ്വർഗം. അവിടുത്തെ മണ്ണെന്താണ്? കുങ്കുമം വിതറി സ്വർണവും വെള്ളിയും രാഗി പൊടിച്ച്, അതാണ് സ്വർഗത്തിലെ മണ്ണ്. അതിൽ കുങ്കുമം വിതറിയിട്ടുണ്ട്. അതിന്റെ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഇതൊക്കെ പറഞ്ഞ് അതിനെ വിവരിച്ച് കുറെ വിവരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഫഇന്ന ഗിറാസഹാ, ആ സ്വർഗത്തിൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ചില തൈകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷത്തിൽ സ്വർഗീയമായ പഴങ്ങളുണ്ട്. അതാർക്കുള്ളതാണ്? ഒരു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ
എന്ന ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ ഒരു മരം, 2 വട്ടം ചൊല്ലിയാൽ 2 മരം, 3 വട്ടം ചൊല്ലിയാൽ 3 മരം. എത്ര വട്ടം ചൊല്ലിയോ അത്ര മരം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് കൊടുക്കുമെന്നാണ്. ദുനിയാവിലെ ശക്തമായ പാറ ഇടിച്ചു പൊളിച്ച് 100 തെങ്ങും തൈ വെക്കണമെങ്കിൽ ഞാനും നിങ്ങളും നെഞ്ച് കല്ലാക്കി ചെയ്യുമല്ലോ, ഒരു പ്രശ്നവും അതിനില്ലല്ലോ. ആ തെങ്ങും തൈയിനെ വിട്ടേച്ചു കൊണ്ട് പോകേണ്ടി വരികയും ചെയ്യും. എന്നാ പോയാൽ താമസിക്കാനുള്ള സ്വർഗത്തിലെ 100 തെങ്ങും തൈയിന് 100 സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ ഉൾക്കൊള്ളുന്ന മരത്തിന് 100 വട്ടം ഈ നാവൊന്ന് ചലിപ്പിക്കുകയല്ലേ വേണ്ടൂ. ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വെറുതെ കിട്ടണ ഒരു കൂലിയല്ലേ ഇത്? നാവ് കൊണ്ട് ചലിപ്പിക്കാൻ റബ്ബ് പറഞ്ഞതും കൽപ്പിച്ചതും അതാണ്. ഈ ഹദീത്ത് ഇങ്ങനെ ഓതി തരുമ്പോഴേ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അല്ലാഹു അവര് നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ ഹദീത്തുള്ളത് വേറെ അധ്യായത്തിലാണ്. അപ്പൊ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, ഞാനെങ്ങാനും ഒരു ഹദീത്തിന്റെ കിതാബ് എഴുതുകയാണെങ്കിൽ ഈ ഹദീസ് ഞാൻ എവിടെ എഴുതാന്നറിയോ? ബാബു ഇസ്തിഖറാറിൽ ഈമാൻ, ഈമാൻ സുബൂത്താകുന്ന ഇസ്തിഖറാർ, ഈമാൻ ഉറച്ചു എന്ന അധ്യായത്തിലാ ഈ ഹദീസ് എഴുതാം എന്ന് ബഹുമാനപ്പെട്ടവരെ സബക്കിനിടയിൽ പറയുമായിരുന്നു. ഈ ഹദീസ് ഞാൻ എഴുതുകയാണെങ്കിൽ എവിടെ എഴുതും? ബാബു ഇസ്തിഖറാറിൽ ഈമാൻ. എന്താ കാരണം? എന്നിട്ട് മൂപ്പർ വിശദീകരിച്ചു. അതിന്റെ കാരണം മൂപ്പർ വിശദീകരിച്ചു. സ്വർഗത്തിലൊരു മരം ഉണ്ടായിട്ട് ഞമ്മക്കെന്താടോ കാര്യം? സ്വർഗത്തിലൊരു മരം ഉണ്ടായിട്ട് ഞമ്മക്കെന്താ? അത് അവിടെ അങ്ങനെ അക്കരെ നിൽക്കുക, ഇക്കരെ നമ്മളും. സ്വർഗം അക്കരയാണ്. നരകത്തിന്റെ അക്കര പാലം കടന്നിട്ട്, സിറാത്ത് പാലം കടന്നിട്ട് കൊല്ലക്കണക്കിന് ദൂരണ്ട് സിറാത്ത് പാലം. നിങ്ങൾ വിചാരിച്ച് ഭൂം നറിവോത്തിനാണ് എത്തുന്ന അങ്ങനെ പോണൊരു കൂട്ടരുണ്ട്. ലൈറ്റിനിങ് എക്സ്പ്രസ്സുകളുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ കടത്തി തരട്ടെ. മിന്നറിയും പ്രകാരം പോകുന്ന കൂട്ടത്തിൽ ദ്വാരക്കോലോ എപ്പോഴും മനസ്സിലാക്കിക്കോ. അത് 10,000 കൊല്ലത്തെ ദൂരം വയ്യ. ഇവിടുന്ന് ഒരൊറ്റച്ചാട്ടത്തിനാണ് എത്തണോ നല്ലത്. അത് എത്രയോ ദുർഘടം പിടിച്ച വഴി കടന്നിട്ട് വേണം അങ്ങെത്താൻ. നല്ല യാത്ര, നല്ല മനുഷ്യന്മാർക്ക് നല്ല യാത്രയായി കിട്ടും. പിന്നെ ആ ഒരു സർവ്വ റോഡുകൾ ഇപ്പൊ നാഷണൽ ഹൈവേ ഒക്കെ നാഷണൽ കുഴിവേകളായി മാറി. എല്ലാ റോഡും കുയ്യാണ്, കുണ്ടും കുയ്യാണ്. എവിടെ ഇപ്പൊ നാഷണൽ ഹൈവേ ഒക്കെ നാഷണൽ കുഴിവേ. നന്നാക്കണമെന്ന് പരാതിയില്ലേ? നമ്മളൊരു വണ്ടി കേടുവരുന്നു ബേജാറില്ലേ? എല്ലാ റോഡും ഗതാഗത യോഗ്യമാക്കണം. മരാമത്ത് മന്ത്രിക്ക് എല്ലാവരും ഇപ്പൊ കത്ത് കൊടുക്കണ സമയമാണ്. മഴ പെയ്തു ആകപ്പാട് നമ്മളൊരു സൈക്കിള് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അടക്കം നമുക്ക് ശ്രദ്ധ ഉണ്ട്. ആ റോഡൊക്കെ നന്നാക്കണം. ഈ പോണ പാലത്തുമ്മ കൂടി ഒരു വാഹനം നമ്മൾ ആരെങ്കിലും തയ്യാറാക്കാൻ നോക്കിയിട്ടുണ്ടോ? ആ നരകം കടക്കാതെ ഒരു മനുഷ്യൻ സ്വർഗത്തേക്ക് എത്തൂല. നരകത്ത് കടക്കാതെ ഒരു മനുഷ്യനും സ്വർഗത്തേക്ക് എത്തൂല. അപ്പൊ എന്താ? മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ നരകം കടന്നിട്ടേ സ്വർഗത്തേക്ക് എത്തുള്ളൂ എന്ന് പറയാൻ കാരണം ഈ പാലം സ്ഥാപിച്ചത് നരകത്തിന്റെ മുകളിൽ കൂടിയാണ്. അപ്പൊ ആ പാലത്തുമ്മ കൂടി പോകുമ്പോൾ നരകത്ത് കടന്നിട്ടാ സ്വർഗത്ത് പോകാന്ന് പറഞ്ഞത് ആ നിലക്ക് ശരിയാകും. ഇങ്ങനെ ഈ പാലം കടന്നിട്ട് എത്തുന്നത് സ്വർഗത്തേക്കല്ല, വിശാലമായൊരു മൈതാനിയാണ്. ആ മൈതാനത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. പെണ്ണുങ്ങൾ വേറെ, യുവാക്കൾ വേറെ, സ്വാലിഹീങ്ങള് ഔലിയാക്കന്മാർ ഓരോരുത്തർ കൂട്ടം 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 പലരുമാണ്. ആ മൈതാനത്ത് ഫാത്തിമ ബീവിന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന സ്വർഗത്തേക്ക് പോകുന്നു. സയ്യിദൈ ശബാബി അഹ്ലിൽ ജന്ന ഹസൻ ഹുസൈനാന്റെ നേതൃത്വത്തിൽ പ്രായക്കാര് പോകുന്നു. അങ്ങനെ ഓരോരുത്തരുടെ നേതൃത്വത്തിൽ പോകുന്നു. ഈ സ്വർഗത്തിന്റെ അപ്പുറത്ത് അക്കരെ എത്രയോ ദൂരത്ത്, അതല്ലേ ഖുർആനിൽ പറഞ്ഞത് തിൽക്കൽ ജന്നത്തു. അറബിയിൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത് അത് എന്ന് പറയുമല്ലോ. അടുത്തുള്ളതിനെ പറ്റി ഇത് എന്ന് പറയും, ദൂരത്തുള്ളതിനെ പറ്റി അത് എന്ന് പറയും. ഇത് അറബിയിലുമുണ്ട്. എന്ന് പറയാറുണ്ട്. ഇത് അത്
സ്വർഗത്തെ പറ്റി പറഞ്ഞത് തിൽക്കൽ ജന്നത്തു, ദൂരത്ത് കിടക്കുന്ന സ്വർഗം. സ്വർഗം കുറെ ദൂരത്താ, പെട്ടെന്നൊന്നും കിട്ടൂല, കുറെ പണിയെടുത്തെങ്കിലേ കിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ സ്വർഗം വളരെ ദൂരത്താണ്. ആ ദൂരത്തുള്ള സ്വർഗം അവിടെ പഴണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? അപ്പോൾ ഈ ദിക്ർ ചൊല്ലിയവന് സ്വർഗത്തിലെ പഴമുണ്ടെന്ന് പറഞ്ഞാൽ നീ അവിടെ ചെന്ന് അത് തിന്നുമെടാ എന്നല്ലേ അതിനർത്ഥം. സ്വർഗത്തിലെത്തിയിട്ട് ആ പഴം തിന്നണമെങ്കിൽ സിറാത്ത് പാലം കടക്കാതെ അങ്ങോട്ട് എത്തൂല. പാലം കടക്കണമെങ്കിൽ ഹിസാബിൽ വിജയിക്കാതെ പാലം കടക്കൂല. ഹിസാബിൽ വിജയിക്കണം, മീസാനിൽ തൂക്കി നോക്കണം, അമല് കൂടുതലുണ്ടെങ്കിൽ പാലം കടക്കും. ഹിസാബിൽ വിജയിക്കണമെങ്കിൽ അതിനു മുമ്പ് അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫമൻ നജാ മിൻഹു വമാ ബഅദഹു ഐസർ. ഖബറാണ് ആദ്യത്തെ കവാടം. ഈ ഖബറിൽ വിജയിച്ചാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമായി. ഖബർ വിജയിക്കണം. ഖബറിൽ സലാമത്ത് കിട്ടണമെങ്കിൽ ഈമാൻ സുബൂത്താവണം, ഈമാൻ ഉറപ്പാവണം. ഈമാനോടെ മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആളുകൾക്ക് ദഖലൽ ജന്ന, പിന്നുള്ള ഒരു കാര്യം അറിയാതെ സ്വർഗത്ത് എത്താൻ കഴിയുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയവന് സ്വർഗത്തിലെ പഴമുണ്ടെന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലിയിട്ട് ഈമാൻ ഉറച്ചുപോയി. ദിക്ർ ചൊല്ലിയ മനുഷ്യന്റെ ഈമാൻ ഉറച്ചുപോയി. മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. ഖബറിലെത്തുമ്പോൾ നല്ല സുഖകരമായി ഖബറിൽ കിടക്കാൻ പറ്റും. ഖബറിൽ രക്ഷപ്പെട്ട ആൾക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. അപ്പൊ മഹ്ശറിയിൽ ഒരു കാര്യം, ഹിസാബ് പേടിക്കണ്ട, സിറാത്ത് പേടിക്കണ്ട, മീസാന് പേടിക്കണ്ട. ആ സ്വർഗത്തിലെത്തി പഴം തിന്നും. അപ്പോഴേ ഈ ദിക്ർ ചൊല്ലിയതിന് പഴം കൊടുത്തിട്ട് ഫലമുള്ളൂ. ദിക്ർ ചൊല്ലിയിട്ട് പഴം കൊടുത്തിട്ട് ഫലമുണ്ടാകണമെങ്കിൽ ഈ കടമ്പ മുഴുവനും രക്ഷപ്പെടണം. അപ്പൊ ഈ ഹദീസ് എവിടെയാ വരേണ്ടത്? ബാബു ഇസ്തിഖ്റാറിൽ ഈമാൻ. ഈ ദിക്ർ ചൊല്ലിയാൽ ഈമാൻ ഉറച്ചു. ഈ ദിക്ർ ചൊല്ലിയാൽ ഈമാൻ ഉറച്ചു. നോക്കണേ, നാവ് കൊണ്ട് സമ്പാദിക്കാൻ പറ്റിയ ഒരു ഗുണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മുടെ ഈമാൻ സ്ഥിരപ്പെടുത്തി തരട്ടെ. അതുവഴി അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച സ്വർഗത്തിൽ ചെന്നുകൊണ്ട് ആ പഴം തിന്നാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും കുടുംബസമേതം പ്രദാനം ചെയ്യുമാറാവട്ടെ. ശുദ്ധ റമളാനിൽ എത്രയാണ് ഇതിന്റെ കൂലി? അള്ളാന്റെ പള്ളിയിൽ വെച്ചിട്ടാവും ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെയല്ലേ സൽക്കർമ്മം വർദ്ധിപ്പിക്കൽ. കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്തുകളും ഈ ഇൽമിന്റെ മജ്ലിസ് റളിയല്ലാഹുണ്ട്, സല്ലല്ലാഹു ഉണ്ട്, ഇതുപോലത്തെ ദിക്റുകളുണ്ട്, ആയത്തുകൾ കേൾക്കൽ, ഖുർആൻ കേൾക്കൽ ഒക്കെ പുണ്യം തന്നെ. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് സ്വർഗം അല്ലാഹു തആല അതൊക്കെ കാരണമായി ദോഷങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുനിയാവിൽ വിഷമില്ലാത്ത മനുഷ്യന്മാരാരാളുള്ളത്? ദുനിയാവിൽ ബുദ്ധിമുട്ടും വിഷമില്ലാത്ത ആരാളുള്ളത്? കടം, രോഗം, ഏത് തരത്തിലെങ്കിലും വിഷമങ്ങളും കഷ്ടപ്പാടുകളും നമ്മെ പിടികൂടിയിരിക്കുന്നവരാണ് നമ്മളെല്ലാം. അങ്ങനത്തെ ഓരോ തരം വിഷമങ്ങളുള്ളവരാണ്. ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും കണ്ടെത്തുന്ന മാർഗങ്ങൾ പലതരമാണ്. പലരും പല മാർഗങ്ങളാണ് കണ്ടെത്തുന്നത്. കണ്ടെത്തി പല മാർഗങ്ങൾ കണ്ടെത്തി പലരും എവിടം വരെ എത്തി? കുഫാറിന്റെ അടുക്കൽ വരെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പണിക്കന്മാരും അതുപോലത്തെ മനുഷ്യന്മാരെവിടെ ഉണ്ടെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് രോഗം ഡോക്ടർമാർക്ക് കുറെ കാശ് കൊടുത്തു മാറുന്നില്ല, കുറെ ചികിത്സിച്ചു ഭേദമാകുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ അവിടെ ഒരു ചങ്ങായി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് പോയി നോക്കിയാൽ തിരക്കിട ആ തലയെക്കെട്ടൊന്നും കഴിച്ചാളി കുപ്പായൊക്കെ ചെന്ന് മടക്കി എങ്ങനെയെങ്കിലൊക്കെ ചൂളിമാടി അങ്ങനെ പോകാൻ പറ്റുമോ അവന്റെ അടുക്കല്? ആർക്കും വയ്യ. വേഷം മാറിയിട്ടും മാറാതെയും വയ്യത്. മുഅ്മിനെ ഒരൊറ്റ മുഅ്മിനും പോകാൻ പാടില്ല. ഇത്രയത്തെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു 3-4 വീട്. അപ്പം ഈ അടുത്ത് തുടങ്ങി അവന് വെളിച്ചപ്പാട് പടുത്ത് കിട്ടിയതാ. അങ്ങനെ ഒരു ഇൽഹാമ്, അവൻ്റെ ശൈത്താൻ അവന് കൊടുത്തൊരു വെളിച്ചപ്പാട്. ഒരു ദിവസം ഒരു പർദ്ദട്ടിട്ട് നല്ല ഒരു പർദ്ദട്ടൊരു പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാനവിടെ നിന്ന് സിറ്റവിടെ നിന്ന് മാറിപ്പോയി. എൻ്റെ ഭാര്യയും മക്കളും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ചോദിക്കണത് ആ ചെങ്ങായിൻ്റെ പേര് ഞാൻ പറയണില്ല. ഓൻ്റെ വീട് ഏതാന്നാ? അപ്പം എൻ്റെ പെണ്ണുങ്ങൾ വെച്ചു, എൻ്റെ വീടെന്തിനാ എനിക്ക്? അല്ല ആവശ്യമുണ്ട്. ഓൻ്റെ വീടെന്തിനാ? വീടെവിടെ? എന്തിനാ വീട് പറയും, നിങ്ങൾ എന്തിനാ വീട്, നിങ്ങൾക്ക് എന്തിനാ? എന്തു പറഞ്ഞാലും തള്ള പറയില്ല. അവസാനം പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്, അവിടെ നിന്ന് പോയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ പെണ്ണുങ്ങൾ കുറേ പറഞ്ഞു. എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും നിലക്ക് ആ പെണ്ണിനെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ? ഞാൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ പോണത് ആരടുത്ത് കൈ പോണത്, എന്തിനായി പോണത്?
ആ പെണ്ണിന് കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമത്തിന് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പർദ്ദ മാറ്റി ഈമാൻ ഏതായാലും വെക്കില്ല, പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാനും തയ്യാറല്ല. പരസ്യമായിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വഞ്ചിക്കണോ? ഈ പർദ്ദിട്ടിട്ട് ഒരു അമുസ്ലിമിന്റെ പ്രശ്ന പരിഹാരത്തിൽ തേടിയിട്ട് അവന്റെ വീട്ടുമുറ്റത്ത് പോയിട്ട് ചമ്മരപ്പടി ഇട്ടിട്ട് ഒരു കാഫിറിന്റെ മുമ്പിലിരുന്നിട്ട് ഓൻ പറഞ്ഞത് അച്ചിലേക്ക് ശൈത്താനിയത്ത് കേട്ട് വിശ്വസിച്ചിട്ട് ഓൻ പൂജിച്ച് വല്ലതും തന്നാൽ വീട്ടിൽ കൊണ്ടെന്ന് സ്ഥാപിക്കാനോ? മനസ്സിലാക്കിക്കോ, ഒരൊറ്റ പൈശാചിക സേവ ഉള്ള സ്ഥലത്ത് പോയാലും രോഗം ശിഫയാവുകയല്ല. പിശാച് നമ്മളെ വിട്ടുപോവല്ല, പിശാചിനവിടെ സ്ഥാപിക്കുകയാണ്. ആ പിശാചിന്റെ ദ്രോഹം ഓന് വേണ്ടത് കൊടുത്തിട്ട്, ഓനാവശ്യമുള്ളത് കൊടുത്തിട്ട് ഓൻ അവിടുന്ന് പോകാതെ അവിടെ നിർത്തുകയാണ്. അതവിടുന്ന് പോക്കിക്കളയാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കേ കഴിയുള്ളൂ. ഔലിയാക്കന്മാർക്കേ ഉള്ളൂ. ശാലിയാത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു രോഗമുള്ള ഒരാളേറ്റ് ഇങ്ങനെ വന്നിട്ട് രോഗിയെ കിടത്തിയപ്പോ പറഞ്ഞു, ശൈത്താനോട് മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ. ഞാൻ പോലാറുണ്ട്, ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞേക്കാം. അങ്ങനെ പലരും കൂടെ ഇറക്കാമെന്ന് പലരും തോറ്റതാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോലാറ്. ഞാനിപ്പോൾ ആയത്തിൽ കുറിച്ച് മന്ത്രിച്ചു എന്നാണ്, ഒരുപാട് ആയത്തിൽ കുറിച്ച് ഞങ്ങൾ കേട്ടുകണ്. കാരണം അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ബഹുമാനപ്പെട്ട ശാലിയാത്തി ആയത്തിൽ കുറിച്ച് അങ്ങോട്ട് മന്ത്രിച്ചാൻ തുടങ്ങിയപ്പോഴേ, ഞങ്ങൾ പോയിക്കോളാ, ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലം കാട്ടി തന്നാൽ മതി, ഞങ്ങളെ കരിച്ചല്ലേ, ഞങ്ങൾ ഇതാ കരിനോ എന്നും പറഞ്ഞിട്ടായി പിന്നത്തെ കരച്ചില്. എന്നാ പൊയ്ക്കോ, ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലം തരും, അതാ ആ കാണുന്ന കൂട്ടിൽ അവിടെ പോയി പാർത്തോ. അങ്ങനെ ശൈത്താന്മാർക്ക് പാർക്കാനായിട്ട് ശാലിയത്തിൽ കൂടുണ്ടാക്കിയിട്ടിരുന്നാലോ, മനുഷ്യന്മാരെ മേത്തുനിന്ന് വിടാൻ. അവിടെ പോയിക്കോ. അങ്ങനത്തെ മനുഷ്യന്മാരുമാണോ? അങ്ങനത്തെ മനുഷ്യന്മാരുമാണോ? കെഞ്ഞിലേ ഓരോരുത്തർ കഴിയുമ്പോൾ നമുക്ക് എന്താ? ചിലർ പറയാം അയാളെ കൊണ്ടുള്ള ശല്യമാണ് തീർന്നിട്ട്. ഞാൻ കേട്ടതാണ്, കൊണ്ടൂർ ഉസ്താദ് മരിച്ചപ്പോൾ പറയണം അയാളെ കൊണ്ടുള്ള ശല്യമാണ് തീർന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു അവരെ നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ചില മനുഷ്യന്മാർ കഴിഞ്ഞിടൂ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആലുവായി അബൂക്കറിലേരെ കഥ ഞാൻ പറഞ്ഞു, എൻ്റെ കാല് മുറിച്ചേണ്ടതായിരുന്നു. തേനുല്ലേരി പാപ്പാന്റെ കഥ ഞാൻ പറഞ്ഞു. ഇതൊക്കെ മന്ദിരിച്ചു ഊതിയിട്ട് കഴിച്ചിലായിട്ട് ഇപ്പം ഈ 2 കാൽമഴയാണ് നിൽക്കുന്നത്. തേനുല്ലേരി പാപ്പ മന്ദിരിച്ചു ഊതിയതാ. നാളെ നേരം പത്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മുറിച്ചാൻ കൊണ്ടുപോകണ കാലാത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ മനുഷ്യന്മാരും സ്വാലിഹ്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ദുനിയാവിൽ എന്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഉണ്ടോ, അതിന് പരിശുദ്ധ ഖുർആനും അള്ളാന്റെ റസൂലും കുറേ പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം അനുഭവിച്ച ആളാ യൂനുസ് നബി അലൈഹിസ്സലാം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കപ്പലിൽ നിന്ന് എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു. കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങി, ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുകയാണ്. യൂനുസ് നബി എത്ര കാലം കിടക്കണം? ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. എന്തെങ്കിലും ആയത്തുകളൊക്കെ ഓതുമ്പോൾ വല്ല ഖഫാവും സംഭവിച്ചെങ്കിൽ ഓർമ്മപ്പെടുത്തി തരണം, അത് ക്ലിപ്പിറങ്ങും. മനഃപൂർവ്വമല്ല, അബദ്ധത്തിലെങ്ങാനും സബഖുൽ ലിസാന് സംഭവിച്ചു പോയെങ്കിൽ ഓർമ്മപ്പെടുത്തി തരണം. അതൊന്നും ആരും ക്ലിപ്പിലെടുത്ത് തെളിവ് ഉദ്ധരിച്ചിട്ട് കാര്യമില്ല. അബദ്ധത്തിൽ റുഫിഅൻ ഉമ്മത്തിൽ ഖതഉ വന്നിസ്യാൻ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം എത്ര കാലം കിടക്കണം? ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ എന്നല്ല. പിന്നെയോ ഈ ലോകം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂതി ഈ ലോകം നശിച്ച് രണ്ടാമത് കുറെ കാലങ്ങൾക്ക് ശേഷം അല്ലാഹു തആല ഇസ്രാഫീലിനെ ഹയാത്താക്കിയിട്ട് ഊതാൻ പറയും. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും ഊതും, ഈ ലോകത്ത് പുനർജനിക്കും. അതിനല്ലേ ബഅസ് എന്ന് പറയുന്നത്. ഇലാ യൗമി യുബ്അസൂൻ, ബഅസിന്റെ കാലഘട്ടം വരെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടിയിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഫനജ്ജൈനാഹു മിനൽ ഗമ്മി, യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ട വിഷമത്തിൽ നിന്ന് യൂനുസ് നബി അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇവിടെ അറബിയിൽ വിഷമം എന്നതിനെ ഉപയോഗിച്ച പദം ഗമ്മ് എന്നാണ്. എന്താണ് ഗമ്മ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിഷമം എന്നതിന് അറബിയിൽ ഒരുപാട് പദങ്ങളുണ്ട്. ഹമ്മ്, ഗമ്മ്, വസബ്, നസബ്, മശഖത്ത്, ഹുസ്ന്, ഇതൊക്കെ വിഷമം എന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ വ്യത്യാസമുണ്ട്. ഓരോ തരത്തിലുള്ള വിഷമങ്ങളാണ്.
ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്, ജലസ എന്ന് പറഞ്ഞാലും ഇരുന്നു എന്നാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഖഅദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന, ഇങ്ങനെ സദസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. ജലസ എന്ന് പറഞ്ഞാലോ ഇവിടെ ഇരിക്കുന്ന ആള് എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഒരു ഹദീത്തിന്റെ റിവായത്തിൽ ഒരു സഹാബിയെ കുറിച്ച് ജലസ എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിൽ അയാൾ കുറെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നും അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നതാണെന്നും മനസ്സിലാക്കാം. അത് വെച്ചിട്ടാണ് ഉലമാ അതിനനുസരിച്ച് അത് അർത്ഥം വെക്കല്. അറബി ഭാഷ മാത്രം പഠിച്ചിട്ട് ഖുർആനോ ഹദീത്തോ മനസ്സിലാക്കുക നിന്നാൽ ഇതൊന്നും തിരിയൂല. എന്നിട്ട് അവർ എല്ലാറ്റിനും ഇരുന്നു എന്ന് അർത്ഥം പറയും. ഒരു സഹാബിനെ പറ്റി ഖഅദ എന്നാണ് ഉപയോഗിച്ചതെങ്കിൽ ആ സഹാബി അപ്പ സദസ്സിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ, നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ അറബി ഭാഷയുടെ ചില തത്വങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞ ഗമ്മ് എന്ന പദത്തിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിഷമം എന്ന് മലയാളത്തെ പറഞ്ഞ പരിഭാഷ ചെയ്തിട്ട് എന്ത് തിരിയടോ? ഈ പരിശുദ്ധ ഖുർആനിനെ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ട് വിഷമം എന്ന് അർത്ഥം വെച്ചാൽ എന്ത് കിട്ടും? അങ്ങനെ അറബിയിൽ എത്ര പദങ്ങളുണ്ട്? വിഷമം എന്നതിന് മശഖത്ത് എന്ന് പറഞ്ഞാൽ വിഷമം എന്നല്ലേ? ഇവിടെ എന്തിനാ ഗമ്മ് ഉപയോഗിച്ചത്? അവിടെ ഉപയോഗിച്ചത് അറബി ഭാഷ ഗ്രാമർ പ്രകാരം, ഭാഷന്റെ ബലാഗത്ത് ഫസാഹത്ത് പ്രകാരം ഗമ്മ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ടോപ്പ് വിഷമത്തിന്റെ സമയത്ത് ഗമ്മ് എന്ന പദം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കസേരയിൽ കുത്തിർക്കങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പൊ നിർത്തി കിട്ടിയെങ്കിൽ പോയി നിങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അങ്ങനെ കുറെ നേരം ഇരുന്നപ്പോ എന്റെ ഊരൊക്കെ ഒരു കടച്ചിലും വേദനയൊക്കെ. അപ്പൊ ഞാൻ കുറച്ചു നേരം നീച്ചു നിന്നു. ഒരു ദിക്കറിന്റെ മജ്‌ലിസിൽ കുറെ നേരം ഇരിക്കുമ്പോൾ നമ്മളെ നിൽക്കുമല്ലോ, വിഷമിച്ചിട്ടല്ലേ നിൽക്കണത്. അറബി ആ പദം അറബിയിലാക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഗമ്മുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഈ ഇരുന്നപ്പോ 2 മണിക്കൂർ ഇരുന്നപ്പോ ഒന്ന് ഊര കടഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണോ? ഒരു 2 മണിക്കൂർ സദസ്സിൽ ഇരുന്നപ്പോ നിങ്ങളെ ഊര ഒന്ന് കടഞ്ഞ് കാലൊന്ന് തരിച്ചെങ്കിൽ അതൊരു വിഷമമാണ്. അത് അറബി പറയുമ്പോ ഗമ്മ് എന്ന വിഷമം പറയാൻ പാടില്ല. എന്താ നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ല? എന്നാ യൂനുസ് നബിന്റെ ജീവിതത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടുമാണ്. എന്തേ? ഫനാദാ ഫിൽ ളുലുമാത്ത്, ളുലുമാത്തിൽ വെച്ചുകൊണ്ടാണ് യൂനുസ് നബി വിളിച്ചത്. ളുലുമാത്തിൽ വെച്ചുകൊണ്ടാ വിളിച്ചത്. എന്താണ് ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ? ളുൽമത്തിന്റെ ബഹുവചനമാണ്. ചുരുങ്ങിയത് 2 3 വേണം. എന്താണ് ളുലുമാത്ത്? കൂരിരുട്ടാണ്, രാത്രി സമയമാണ്, സമുദ്രത്തിന്റെ ഉള്ളിൽ, അതും മത്സ്യത്തിന്റെ വയറ്റിൽ. അതിലപ്പുറം ഞാൻ ദേശമാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്, മത്സ്യത്തിന്റെ വയറ്റിലാണ്, കൂരിരുട്ടത്താണ്. ഇതന്നല്ലേ ളുലുമാത്ത്? ദുനിയാവിലെ ഇത്ര വലിയൊരു വിഷമം വേറെ പറയാൻ പറ്റുമോ? ആ വിഷമത്തിലാണ് യൂനുസ് നബി ഉള്ളത്. ആ വിഷമത്തിൽ എത്ര കാലം കിടക്കണം? ഇലാ യൗമി യുബ്അസൂൻ, മഅ്ശറയിലേക്ക് ജനങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്ന കാലം വരെ കിടക്കണം. അവിടെ നിന്ന് യൂനുസ് നബി അല്ലാഹു തആല ഈ ദുനിയാവിന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ, ദിക്ർ ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ബഅത്ത് വരെ കിടക്കണം. ദിക്ർ ചൊല്ലിയത് കൊണ്ട് രക്ഷപ്പെടുത്തി. ഇതെല്ലാം കൂടി അങ്ങ് പറഞ്ഞത് വഴിക്ക് വഴി എങ്ങനെ? وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فنجيناه من الغم وكذلك ننجي المؤمنين. ആ സമുദ്രത്തിന്റെ ആഴിയിൽ കടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ അത് ചൊല്ലിയപ്പോ ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട, അല്ല ബഅത്ത് വരെ കിടക്കേണ്ട ഒരു സ്ഥലത്തിൽ നിന്ന് യൂനുസ് നബി അകപ്പെട്ട ഏറ്റവും വലിയ വിഷമത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. ദിക്ർ ചൊല്ലിയതുകൊണ്ട് രക്ഷപ്പെടുത്തി. അതൊക്കെ ഉസ്താദേ യൂനുസ് നബി നബിയല്ലേ? നമ്മളൊക്കെ നബിമാരാ. എന്താ പങ്ങളി പറയണത്? നബിമാർക്ക് അല്ലാഹു വല്ലതും ചെയ്തു കൊടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നമുക്ക് അത് സംശയിക്കണ്ടടോ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അത് യൂനുസ് നബിയുടെ മാത്രം പ്രത്യേകതയല്ല. ഈ ദിക്ർ ഖിയാമത്ത് നാൾ വരെ ആര് എവിടെ വെച്ച് ചൊല്ലുന്നുവോ അവരെ മുഴുവനും നാം രക്ഷപ്പെടുത്തി കൊടുക്കാം.
യൂനുസ് മാത്രം പ്രത്യേകതല്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു ഒയ്യുന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് നേരത്തെ തന്നെ അടച്ചു ആ വാതിൽ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അങ്ങനെയാണോ? അങ്ങനെയാണോ? നിങ്ങൾ മനസ്സിലാക്കണം, വർഗീയതയുടെ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന മുസ്ലിം സമുദായം ഞെങ്ങി ഞെരുങ്ങുമ്പോൾ രക്ഷ വേണോ? ദിക്റിലേക്ക് മടങ്ങിക്കോ. രക്ഷ വേണോ? ദിക്റിലേക്ക് മടങ്ങണം. രക്ഷ വേണോ? ദിക്റിലേക്ക് മടങ്ങണം. ഹദ്ദാദിലേക്ക് മടങ്ങണം. ഫർള് നിസ്കാരത്തിലേക്ക് മടങ്ങണം. സുന്നത്ത് നിസ്കാരത്തിലേക്ക് മടങ്ങണം. നിന്റെ ഇൻകിലാബ് കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ രക്ഷ വേണോ? ഒരു ഇൻകിലാബ് കൊണ്ടും ഒന്നും ആവൂല. ദിക്റിക്ക് മടങ്ങിക്കോ. ദിക്റിക്ക് മടങ്ങാന്ന് പറഞ്ഞാല് അള്ളാഹും റസൂലുള്ള സ്ഥാപിച്ചൊരു ദിക്ർ ഹൽക്കുണ്ട്. എന്താ? ഒരു നിസ്കാരത്തിന് ശേഷം എണ്ണിക്കോട്ടോ, കൂട്ടണം. ഞാൻ ചോദിക്കും, എൻ്റെ കൂടങ്ങളെ മനസ്സ് വേണം. ഓരോ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഒരു വട്ടം 100 ആയി അല്ലേ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം 10 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദൽ ദിക്റും എത്രയായി? 110 ആയി. 5 വക്ത നിസ്കാരത്തിന് ശേഷം എത്രയായി? അതെ 510 510 ആയി. 110 × 5 550 ആയി അല്ലേ? 10 ദിവസത്തിന് എത്രയായി? 5500 ദിക്ർ 10 ദിവസത്തിനായി. അപ്പൊ 20 ദിവസത്തിന് 11,000 ആയി. 11,000. അപ്പൊ ഒരു മാസം കൊണ്ട് എത്ര ദിക്ർ പറ? ഒരു മാസം കൊണ്ട് 16,500 ദിക്ർ റസൂലുള്ള സ്ഥാപിച്ച ദിക്ർ ഹൽക്ക ചെല്ലാൻ നമുക്ക് സമയല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര സുഖകരമായിട്ട് ദിക്ർ ചൊല്ലി തീർക്കാൻ പറ്റരുത്. അള്ളാഹുവിന്റെ റസൂൽ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലി ഒരു മാസം കൊണ്ട് 16,500 ദിക്ർ എല്ലാം സ്ഥാപിച്ചിട്ട് നമുക്ക് ഒഴിവില്ല. എങ്ങനെടോ നമ്മളെ പ്രശ്നം പരിഹരിക്കുക? ഈ ദിക്ർ എല്ലാം നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കെങ്ങനെ പ്രശ്നം പരിഹരിക്കുക? ഇത് നിസ്സാര. രാവിലെ നീച്ചാ ചെല്ലുന്ന ഒരു ദിക്റുണ്ട്. കിടക്കപ്പായി എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി. ഇന്നലെ രാത്രി കിടക്കണ സമയത്ത് കയ്യും കാലും നീട്ടി മലനാട് കിടന്നതല്ലേ? ഈ പാടസുകള് കണ്ണടച്ചു വെച്ചോടത്തുനിന്ന് നേരം വെക്കുമ്പോൾ തുറന്നില്ല, അടഞ്ഞോടത്ത് അടക്കുകയാണ്. എന്നാലോ ഈ നീട്ടി വെച്ച കയ്യും കാലൊക്കെ അങ്ങനെ തന്നെ കിടക്കാണ്. രാവിലെ നീച്ചു നോക്കുമ്പോൾ നീച്ചാൻ വിചാരിച്ച് മില്ലിൽ ഈരാൻ കൊണ്ടുപോയിട്ട മരമുട്ടിന്റെ മാതിരി കിടക്കല്ലേക്കാരം. ദൂരെ വളഞ്ഞിട്ടുണ്ടേ കയ്യിന്റെ കാലിന്റെ മുട്ടൊക്കെ ഇന്നലെ കിടന്നപ്പോ എങ്ങനെയാണോ അതേമാതിരി തന്നെ അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താ? ഇതിനൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞൂടെ? എഴുന്നേറ്റ് അവിടെ ഇരിക്കുക. ഇരുന്നിട്ട് ഒന്ന് മുഖം തടക. സോളാന്റെ ഒന്ന് മുഖമൊക്കെ തടക. അവിടെ നിന്ന് ഇരുന്നിട്ട് ഒട്ടും എഴുന്നേറ്റ് ഒരൊറ്റ ചാട്ടമല്ല, എഴുന്നേറ്റ് അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദ മാ മാതനി വലീ നുശൂർ അന്നൗമു അഖുൽ മൗതി ഖാല റസൂലുള്ളാഹി. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഇതൊരു ചെറിയ മരണമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഖുർആനിന്റെ പല സ്ഥലത്തും മൗത്ത്, മരിക്കുക എന്നുള്ള ചില പദങ്ങൾ വരെ ഉറക്കനെ പറ്റി ഉപയോഗിച്ച് കാണാം ചില സ്ഥലങ്ങളിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അന്നൗമു അഖുൽ മൗതി. ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഒരു ജ്യേഷ്ഠാഞ്ചന്മാരാണ്. അതൊരു തരം നമ്മളൊന്നും അറിയണില്ല, മരിച്ചുപോയി. അതിലെങ്ങാനും അള്ളാഹ് റൂഹും കൂടി അങ്ങോട്ട് പിടിച്ചാൽ നമ്മളെ കഥ, നമ്മളെ അവസാനം അതോടുകൂടി ആയില്ലേ? അപ്പൊ ഉറങ്ങാൻ കിടക്കണ നേരത്തിൽ ഒളു ഉണ്ടാക്കി കിടക്കണം എന്നാ. ഉറക്കത്തിലെങ്ങാനും മരിക്കുകയാണെങ്കിൽ ഈമാനോടെ മരിക്കാൻ. ഒരു മനുഷ്യന്റെ ആത്മീയ ബന്ധം അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഹളറത്ത് ഖുദ്സിലായിരിക്കും. ഒളു ഉണ്ടാക്കി കിടക്കും. ഞാൻ പെണ്ണിട്ടിരിക്കണം ഉസ്താദെ, ഒളു ഉണ്ടാക്കിയാണ് പെണ്ണുങ്ങളൊപ്പം കിടക്കുമ്പോൾ ഒളു മുറിയില്ലേ? അല്ലറ മുറിയില്ല, ആ ഒളു മുറിയില്ല. ഒളു ഉണ്ടാക്കി ഉറങ്ങൽ. ഈ ഇമാം ബഹുമാനപ്പെട്ട അദ്കിയയിൽ പരിശോധിച്ചാൽ അവിടെ കിഫായത്തുൽ അദ്കിയ പറഞ്ഞു കാണാം. ഈ പദ്യത്തിന്റെ ശറഹിൽ കിഫായ നോക്കിയാൽ കാണാം, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒളു ഭാര്യയുടെ ശരീരത്തിലൊന്ന് തട്ടി എന്നതുകൊണ്ട് ഒളു ഉണ്ടാക്കി കിടന്നുറങ്ങാം എന്ന സുന്നത്ത് നഷ്ടപ്പെടൂല. ആ ഒളു മുറിയുന്നില്ല.
മുറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ആ വുളു കൊണ്ട് മുസാഫ് തൊടാൻ പറ്റൂല, ആ വുളു കൊണ്ട് ദിക്കരിച്ചാൻ പറ്റൂല, ആ വുളു കൊണ്ട് ഒരു പണിയും പറ്റൂല. വുളു വേണ്ട ഒരു സംഗതിക്കും ആ വുളു പറ്റൂല. പിന്നെയോ ഉറങ്ങാൻ വുളു ഉണ്ടാക്കിയത് ഭാര്യന്റെ കാരണം തൊട്ടത് കൊണ്ട് മുറിയില്ലെന്നും ഈ വുളു കൊണ്ട് എന്ത് നേട്ടം നേടാമോ അത് നേടാമെന്നുമാ പറഞ്ഞതിനർത്ഥം. നാം മരിക്കും ഈമാനോടെ മരിക്കും. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു ദിക്റ്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ദിക്റ്, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരു ദിക്റ്. ആരുണ്ടോ പറയുന്നവരും കേൾക്കുന്നവരും ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകും. കക്കൂസൊക്കെ കടക്കുമ്പോൾ ഒരു ദിക്റ്. അപ്പൊ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അത് ദിക്റുകൾ രണ്ട് തരമാണ്. ദിക്റുകൾ രണ്ട് തരമാണ്. സമയബന്ധിതമായ ദിക്റ്, സമയബന്ധിതമല്ലാത്ത ദിക്ർ. സമയബന്ധിതമായ ദിക്ർ പെട്ടതാണ് നിസ്കാരത്തിലെ ചെല്ലേണ്ട ദിക്ർ. അതിന് സമയവും കാലമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. കക്കൂസ് കടക്കുമ്പോൾ ഒരു ദിക്ർ, കക്കൂസിന്ന് പുറത്തു വരുമ്പോൾ ഒരു ദിക്ർ, അങ്ങനെ ഓരോന്ന് സമയം നിശ്ചയിച്ച് ചെയ്തിട്ടുണ്ട്. കക്കൂസ് കടക്കുമ്പോൾ ഒരു ദിക്ർ ഇങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു കക്കൂസ് കടക്കുമ്പോൾ എന്താ ദിക്ർ? ഇബ്ലീസിന്റെ കണ്ണ് കെട്ടാൻ. പോരുമ്പോ എന്തിനാ ദിക്ർ? കക്കൂസ് തന്നെ പുറത്തു വരുമ്പോ എന്താ പറയണത്? ഗുഫ്രാനക അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അദാ വഅഫാനി. സുഖമായിട്ട് കാഷ്ടിക്കാനും മൂത്രിക്കാനും സൗകര്യം. ഒരു കല്ലിന്റെ അസുഖം വന്നു നോക്കണം, വിഷമം അറിയണം.